അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു. നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോടതിക്കെതിരെ ആഞ്ഞടിച്ച് രമേശ് ചെന്നിത്തല. കോടതി എന്തിനാണ് സമീപിക്കുന്നത്? കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസിനും രൂക്ഷ വിമർശനം. ജസ്റ്റിസ് മണികുമാർ അഴിമതി കേസുകൾക്ക് മേൽ അടയിരുന്നു. ജസ്റ്റിസ് ഉണ്ടായിരുന്നു മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. സ്പ്ലിങ്കർ അഴിമതി കേസ്, ഞാൻ കൊടുത്ത ബെപ്കോ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അതിലടയിരുന്നു. ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. ബാർക്കോഴ കേസ് അന്വേഷിക്കാമെന്ന് സിബിഐ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചു. കേസ് പണ്ടേ അവസാനിച്ചതെന്ന എം വി ഗോവിന്ദൻ. കുത്തിപ്പൊക്കുന്നത് RSS അജണ്ട. ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് ഭഗവതിമാർ. തൃശൂർ പൂരത്തിന് കൊടിയിറക്കം. ഇനി പകൽ വെടിക്കെട്ട് മാത്രം. അടുത്ത പൂരം അടുത്ത വർഷം ഏപ്രിൽ 19. ലഹരിമയക്കത്തിൽ കേരളം. സിനിമ മുതൽ സ്കൂൾ വരെ പിടിമുറുക്കി മാഫിയ. കെണിയിൽപ്പെട്ട ഇനിയുമേറെ പേർ. ന്യൂസ് 18 പരമ്പര തുടങ്ങുന്നു. ഇനി എത്ര ഇരകൾ? നീരാളിപ്പിടുത്തത്തിൽ പിടയുകയാണ് നമ്മുടെ ഒത്തം. ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ ന്യൂസ് 18ന്റെ അനിവാര്യമായ ഇടപെടലായി മാറുകയാണ് ഈ പരമ്പര. കാട്ടാനക്കലി അടങ്ങുന്നില്ല. ചിന്നക്കനാലിൽ വീണ്ടും ആക്രമണം. ഷെഡ് തകർത്ത് കാട്ടാനക്കൂട്ടം. അരിക്കൊമ്പൻ സ്വാഭാവിക സഞ്ചാരത്തിലെന്ന CCF ന്യൂസ് 18നോട്. കാടുമാറ്റം ശാശ്വത പരിഹാരമല്ലെന്ന AK ശശീന്ദ്രൻ. AI ക്യാമറ ഇടപാടിൽ കൂടുതൽ രേഖകൾ പ്രസിദ്ധീകരിച്ച് കെൽട്രോൺ. ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ യോഗ്യതയും മാർക്കും പുറത്തുവിട്ടു. മുഖ്യമന്ത്രി കടലാസ് കമ്പനികളുടെ മാനേജർ എന്ന് രമേശ് ചെന്നിത്തല. People will going to bless us as a king place. I have confidence. We will get minimum 123 watt. My aim from last 1 year. For that I am working out. In that actually I already reached. വിശദമായ വാർത്തയിലേക്ക്. ബാർക്കോഴ കേസ് അന്വേഷിക്കാമെന്ന് CBI. സുപ്രീം കോടതി നിർദ്ദേശിച്ചാൽ ബാർക്കോഴ കേസ് അന്വേഷിക്കാമെന്നാണ് CBIയുടെ നിലപാട്. KM മാണിക്കെതിരായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലാണ് കേസിന് ആധാരം. രമേശ് ചെന്നിത്തലയ്ക്കും BS ശിവകുമാറിനുമെതിരെയായിരുന്നു ഹർജി. ജോസ് കെ മാണിക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ടു. ബാർക്കോഴ കേസ് അന്വേഷിക്കാൻ CBI തയ്യാറെന്ന വാർത്തയിൽ പ്രതികരിച്ച MV ഗോവിന്ദൻ. കൂട്ടിലടച്ച തത്തയാണ് CBI. കേസ് പണ്ടേ അവസാനിച്ചതാണെന്നും അത് വീണ്ടും കുത്തിപ്പൊക്കുന്നത് RSS അജണ്ടയാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. യാതൊരു എളുപ്പമില്ലാതെ ഒരു സീസൈഡല്ല കൂട്ടിലിട്ട തത്താന്ന് വെറുതെ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റിയാണ്. അതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ RSS പറയുന്നതിന് തോന്നുന്ന ചില ഏജൻസികളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതാ പ്രശ്നം. CBI എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസി നിയന്ത്രിക്കുന്നത് RSS ആണ്. അപ്പോൾ പിന്നെ അതെന്തൊക്കെ പറയുന്നുള്ളതിന് പിന്നെ നല്ല അറിയണ്ടേ? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിലല്ല, ഇനി അപ്പുറത്തെ കോടതി ലോക കോടതി ഉണ്ടെങ്കിൽ ലോക കോടതി പറഞ്ഞതും അങ്ങനെ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലോകായുക്തയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. താൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂർത്തിവെച്ചു. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപർ മാറിയെന്നും ചെന്നിത്തല പറഞ്ഞു.
AI ക്യാമറ വിവാദത്തിൽ പുറത്തുവിട്ട രേഖകളുമായി കോടതിയിൽ പോകുമോ എന്ന ചോദ്യത്തിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിവാദ പ്രസ്താവന. താൻ കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ, ബെബ്കോ അടക്കമുള്ള അഴിമതി കേസുകൾ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂഴ്ത്തിവെച്ചു. ജസ്റ്റിസ് മണികുമാറിനെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനാക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും ചെന്നിത്തല. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപന്മാർ മാറി. കോടതി എന്തിനാണ് സമീപിക്കുന്നത്? കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. ലോകായുക്തയിൽ പോയിട്ട് കാര്യമൊന്നുമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂരിൽ പൂരാവേശം. തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി, ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അടുത്ത വർഷം പൂരം ഏപ്രിൽ 19 നടക്കും. പ്രസാദ് ഉടുമ്പശ്ശേരിയും CV അനുമോദും നൽകും. അനുമോദ, ഒരു പൂരത്തിന് അവസാനമാകുമ്പോൾ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് തൃശൂർ? അക്ഷരാർത്ഥത്തിൽ തൃശൂർ കഴിഞ്ഞ 3 ദിവസമായി ആവേശത്തിന്റെ അലകടലായിരുന്നു. ഇപ്പോൾ പൂരത്തിന്റെ സമാപനം കഴിഞ്ഞു. ദേവിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞു. അടുത്ത പൂരം ഏപ്രിൽ 19 അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. നമ്മോടൊപ്പം ജില്ലാ കളക്ടർ കൃഷ്ണ തേജ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സാർ പൂരം? സാറിന് ആദ്യത്തെ പൂരം കൂടിയാണല്ലോ. പറഞ്ഞ പോലെ അടിപൊളിയായല്ലോ, എല്ലാം ഭംഗിയായി അല്ലേ? സൂപ്പറാണ്. I think people largely came as you expected. Exactly. It's more than what we expected, but ഞങ്ങൾ അത് ആദ്യത്തെ തന്നെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതിനാൽ നമ്മൾ അറേഞ്ച് ചെയ്ത ഒരുക്കങ്ങളെല്ലാം നമുക്ക് ബെനിഫിറ്റ് ആയി. അതുകൂടാതെ ഞങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ ഈ പൂരത്തിൽ VIP-യും VVIP-യും സ്ത്രീകളും ഭിന്നശേഷിക്കാരുമാണ്. അവരെല്ലാവരും നല്ലപോലെ വന്നിട്ട് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത സ്പെഷ്യൽ പവലിയൻസിൽ അവർ വന്നിട്ട് പൂരം പൂർത്തിയായിട്ടും ആസ്വദിച്ചു. ഫെൽറ്റ് വെരി ഹാപ്പി. അനുഭവം എന്തായിരുന്നു? എൻ്റെ ആദ്യത്തെ പൂരം 2017 ട്രെയിനിങ് കളക്ടർ നിലയിൽ ഇവിടെ ഉള്ള സമയത്തായിരുന്നു. ഇപ്പോൾ കളക്ടർ നിലയിലാണ്. തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവം തന്നെയാണ്. കാരണം ഒത്തിരി ഇഷ്യൂസാണ് ഇതിനുള്ളത്. ക്രൗഡ് മാനേജ്മെൻറ്റും അതിലും ഡിഫറെൻറ്റ് മൈക്രോ മാനേജ്മെൻറ്റും കോർഡിനേഷനും വേണ്ടി വരും. ഇറ്റ്സ് എ ഗുഡ് ലെസൺ, ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ ഓൾസോ. What would you enjoyed most? എല്ലാം കുടുംബാട്ടം എൻജോയ് ചെയ്തു, മേളം എൻജോയ് ചെയ്തു, വെടിക്കെട്ട് എൻജോയ് ചെയ്തു, എല്ലാം എൻജോയ് ചെയ്തു. എല്ലാം കാണാൻ കഴിഞ്ഞോ? എരഞ്ഞിത്രമേളവും പടത്തിൽ വരവും പൂർത്തിയായിട്ട് കാണാൻ കഴിഞ്ഞ. കാരണം കോർഡിനേഷൻ എന്ന നിലയിൽ ഒത്തിരി വർക്കുണ്ട്. But I tried spending few minutes. I think people were much more responsible. Correct. I think we should thank people because they are more responsible, not very responsible. Many of them have come with their own water bottles. They have come with their own umbrellas. They become very responsible. There is no doubt in it. Thank you, sir. വളരെ തിരക്കിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പൂരം അനുഭവങ്ങളും ഈ കൊല്ലത്തെ പൂരം നടത്തിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുമാണ് കളക്ടർ പങ്കുവച്ചത്. ഉപചാരം ചൊല്ലി പിരിഞ്ഞ് കഴിഞ്ഞു. ഇനി എന്തെല്ലാം ചടങ്ങുകളാണുള്ളത്? ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെതായ ചടങ്ങുകളൊന്നുമില്ല. ആറാട്ടുണ്ട്, അത് വൈകുന്നേരത്തിലായിരിക്കും ഉണ്ടാവുക. പൂരത്തിന് കൊടിയിറങ്ങുന്നത്. പക്ഷേ ഇനി ജനങ്ങൾ കാത്തിരിക്കുന്നത് പകൽപൂര വെടിക്കെട്ടിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. ആളുകളെയൊക്കെ റൗണ്ടിന് പുറത്തേക്ക് മാറ്റി, ആളുകളെ സുരക്ഷിതമായ അകലത്തേക്ക് പോലീസ് മാറ്റിക്കഴിഞ്ഞു. ഏതാണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ പകൽപൂര വെടിക്കെട്ട് തുടങ്ങും. ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായത് കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് പൂരം നടത്തിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം 12 മണിക്ക് മുമ്പ് തന്നെ 12 മണിക്ക്
അങ്ങനെ മേളം നിർത്തി 1 മണിക്ക് മുമ്പ് തന്നെ ഉപചാരം ചൊല്ലി പിരിയുകയും ഇത്രയേറെ ജനത്തിരക്കുണ്ടായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നേരത്തെ കളക്ടർ സൂചിപ്പിച്ചത് തന്നെയാണ്. ഓരോ തവണ പൂരത്തിന് ആൾ കൂടുമ്പോഴും അതെല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാത്രമല്ല ഇതിനെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഈ പൂരത്തിന്റെ ഇടയിൽ ആളുകൾ തളർന്നു വീഴുന്നത് വല്ലാതുണ്ടായിരുന്നു. ഞാനിപ്പോ 2-3 മണിക്കൂറായിട്ട് ഈ ആൽത്തറയുടെ മുകളിലായിരുന്നു. 8 പേരാണ് തളർന്നത്. അവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഈ തിരക്കിനിടയിൽ നീക്കം ചെയ്യുവാൻ ആംബുലൻസും മറ്റേ സ്ട്രക്ചറും എല്ലാം ഒരുക്കി അത്രയും കൃത്യമായ. അത് പറയുമ്പോഴാണ് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ അരുൺ ഭാസ്കറിനെ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത് ഇന്നലെ മാത്രം 350 പേർ കുഴഞ്ഞു വീഴുന്നതാണ്. കുടമാറ്റ ചടങ്ങ് കാണാൻ വേണ്ടി വന്ന ആളുകളിൽ 350. പക്ഷെ അവർക്ക് മറ്റ് അത്യാഹിതങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു. പക്ഷെ അത്രയേറെ ജനത്തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഈ പൂരത്തിന്റെ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും ശ്രദ്ധിക്കുന്നവർ അത്യാഹിതങ്ങൾ ഉണ്ടാവാതിരിക്കുക, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പൂരം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷിതമായി പൂരം ആസ്വദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ആനയുടെ ഒരു കാര്യം വളരെയധികം ഇപ്പോൾ പക്ഷേ അന്തരീക്ഷം തണുത്തതുകൊണ്ടും മഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ജാഗ്രതയിലായതുകൊണ്ടും എന്താണെങ്കിലും വളരെ സുരക്ഷിതമായിട്ട് ഈ പൂരം പരിസമാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അധികൃതർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒപ്പം തന്നെ പൂരത്തിന്റെ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കുമ്പോൾ വലിയ തോതിലൊരു ജനങ്ങളുടെ ഒഴുക്ക് ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ തൃശ്ശൂരിൽ കാണുന്നുണ്ട്. കാരണം ഇന്നലെ അവധിയാണ്, ഇന്നും അവധിയാണ്. സ്വാഭാവികമായിട്ടും അവധി ദിവസങ്ങൾ പൂരത്തിന് പ്രശ്നമല്ലെങ്കിലും ആളുകൾക്ക് വരാനുള്ള ഒരു സൗകര്യം കേരളത്തിന്റെ കൂടിയായിരിക്കാം. പക്ഷേ ഇന്ന് ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ നമ്മൾ സാധാരണ വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെട്ടത്. എന്താണെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ നല്ല രീതിയിൽ ഒരു പൂരം കൊട്ടിക്കലാശത്തിലെത്തി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അടുത്ത കഴിഞ്ഞ തവണ എല്ലാം ഭംഗിയായിരുന്നെങ്കിലും വെടിക്കെട്ട് മഴ മൂലം മാറ്റി നിർത്തേണ്ടി വന്ന ഒരു തവണ ശേഷമാണ് മഴ പെയ്തത് എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. അത് മാത്രമല്ല അതിനുശേഷം വലിയ മഴ പെയ്യാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന വെള്ളം എല്ലാം തന്നെ ഈ വെയിലിൽ മാറുകയും ഇപ്പൊ പകൽപൂരത്തിന്റെ വെടിക്കെട്ടുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഈ ഒരു പൂരം സമാപിച്ചു എന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാൻ കഴിയും. അടുത്ത പൂരം ഏപ്രിൽ 19-നാണ്. നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇതിൽ നിന്നും അധികം എന്ത് പ്രതീക്ഷിക്കാം? അതായത് ആദ്യം 1 ദിവസമായിരുന്നു പൂരം ആഘോഷിച്ചത്, പിന്നെ 2 ദിവസമായി, ഇപ്പൊ 3 ദിവസമാണ്. ഇനിയിപ്പോ കൊടിയേറ്റം മുതൽ ഈ സമാപനം വരെ പൂരം ആഘോഷിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ആഘോഷിക്കുന്നത് തീർച്ചയായും. എന്താണെങ്കിലും വളരെ നല്ലൊരു പൂരക്കാലമായിരുന്നു എന്ന് വളരെ സംശയമില്ലാതെ തന്നെ നമുക്ക് ഈ ഇത്തവണത്തെ പൂരത്തേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയാവുന്നത് ഒന്ന് ഇലഞ്ഞിത്തറമേളമെല്ലാം ഇത്തരം പ്രമാണി മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം. അതുകൊണ്ട് ഇത്തവണത്തെ ഒരു പൂരത്തെക്കുറിച്ച് നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന് മേളപ്രമാണിമാരുടെ മാറ്റം, രണ്ടാമതായിട്ട് തെച്ചിക്കോട് രാമചന്ദ്രന്റെ വരവ്. ഈ 2 കാര്യങ്ങളാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തെ പ്രകടമായുണ്ടായ മാറ്റം. മേളപ്രമാണി അനിയന്മാരായത് വളരെ വലിയ ഒരു മാറ്റം ആ ഇളഞ്ഞിത്തര മേളത്തിന് ഉണ്ടാക്കിയതാണ് വാദ്യാസ്വാദകർ പറയുന്നത്. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും ചെണ്ടയിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അത് അനുപമമാണ്, അതുല്യമാണ്, മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ്. അതിന്റെ ഒരു പ്രകടനം കഴിഞ്ഞ ദിവസം നമ്മൾ ഇളഞ്ഞിത്തര മേളത്തിൽ ആസ്വദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ നെയ്തിലക്കാവുമ്മയുടെ എഴുന്നള്ളത്ത് മുൻപൊന്നും തന്നെ ഇത്രയും അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും അനുഭവിച്ച് ആസ്വദിച്ചതാണ്. നമ്മളാണെങ്കിലും നെയ്തിലക്കാവുമ്പോ ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ അവിടുന്ന് തിടം പേറ്റുന്നത് മുതൽ പ്രസാദ് ഏട്ടൻ ഈ 7 കിലോമീറ്ററാണ് നമുക്ക് തെച്ചിക്കോട്ട് വരാൻ പറ്റും. നമ്മൾ മാത്രമല്ല എല്ലാവരും, കാരണം അത്രയേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ വളരെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഈ തിരക്കിനെ എല്ലാം വളരെ മനോഹരമായിട്ട് നിയന്ത്രിച്ച് ആളുകൾക്ക് വലിയ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ തൃശ്ശൂർ ജില്ലാ ഭരണാധികാരികൾക്ക് അതിന്റെ ഒരു അഭിനന്ദനം നൽകാതിരിക്കാനാകില്ല. കാരണം വലിയ ഒരു പൂരം വലിയൊരു ആഘോഷമാകുമ്പോൾ പഴികളും പരാതികളൊക്കെ ഒരുപാട് സാധാരണ ഉയർന്നതാണ്. പക്ഷേ ഈ നിമിഷം വരേക്ക് വലിയ പരാതികളൊന്നും ഉയർന്നിട്ടില്ല. കൃത്യമായ പ്ലാനിംഗ്, ക്രൗഡ് മാനേജ്മെന്റ് ആണെങ്കിലും ആളുകളെ അലൗട്ട് ചെയ്യുന്നതിന്റെ രീതിയിലാണെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കുന്നതിലാണെങ്കിലും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അധികൃതർക്ക് ഇത്തവണ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ടുണ്ട്. എന്താണെങ്കിലും അടുത്ത വർഷം ഇതിലും ഗംഭീരമായൊരു പൂരമാകും. ഒപ്പം തന്നെ എനിക്കൊരു കാത്തിരിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ പറയാൻ വിട്ടുപോയതാണ്, തിരുവമ്പാടിക്കാര് മെസ്സിയെ കാണിച്ചതോടെ മറ്റൊരു കുടമാറ്റം മിക്കവാറും അടുത്ത തവണ എന്തെല്ലാം കാര്യങ്ങളാവും കുടമാറ്റത്തിൽ ഉണ്ടാവുക, എന്തെല്ലാം സന്ദേശങ്ങളാവും കുടമാറ്റത്തിൽ നൽകാൻ ദേവസ്വം ശ്രമിക്കുക എന്നൊരു നമ്മുടെ ക്യാമറാമാൻ അഖിൽ നെയ്മർ ആരാധകരാണ്. മെസ്സിയെ കാണിച്ച് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, അതിനെതിരെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഇങ്ങനെ മെസ്സിയെ കാണിച്ചത് ശരിയാണോ, മെസ്സിയെ ഒരു പൂരത്തിന് ഇത് കാണിക്കേണ്ടതുണ്ടായിരുന്നോ,
അങ്ങനെ പലതരത്തിലുള്ള വിമർശനം വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ വിശദീകരണമാണ്. നമ്മൾ ആ വിവാദങ്ങളിലേക്ക് പോകണമെങ്കിലും വളരെ മനോഹരമായിട്ടൊരു പൂരം ഈ കൊട്ടിക്കലാശിച്ചു, പരിസമാപ്തിയിൽ എത്തി എന്ന് പറയാം. അടുത്ത വർഷം ഇതിലും മനോഹരമായ കാഴ്ചകളും വിസ്മയങ്ങളും. അതെ, കാത്തിരിപ്പാണ്, അടുത്ത പൂരത്തിലുള്ള ഒരു കാത്തിരിപ്പാണ് എന്ന് തന്നെ പറയാം. ഏതായാലും എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി തന്നെ നടന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത പൂരമാണ്. അടുത്ത തവണ ഇതിനേക്കാൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെല്ലാം ഈ ആസ്വദിക്കാനും സുരക്ഷിതമായി ഇത് കാണാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ഇത് പറയുന്നത്. ശരി, പ്രസാദും അനുമോദമാണ് പൂര വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ബിജു രമേശ് മാധ്യമങ്ങളെ കാണുകയാണ്. തങ്ങൾക്കൊപ്പം നിരവധി പേർ അന്ന് ബാറുടമകളടക്കമുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോഴും ഇതേ അഭിപ്രായത്തോടൊപ്പം കൂടെയുണ്ട്. ഇല്ല, അത് വരില്ലല്ലോ. എല്ലാവരും ബിസിനസ്സുകാരാണ്. അവര് എപ്പോഴും മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരായാലും ശരി, അവർ രാഷ്ട്രീയത്തിന് അവരെ ആരെയും വെറുപ്പിച്ചുകൊണ്ട് നിൽക്കാൻ തയ്യാറായില്ല. അന്നും പലരും കൂടെ നിന്നവരെ തന്നെ പല രീതിയിലുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകളും അവരെ വ്യക്തിപരമായി വിളിച്ച് അന്നത്തെ മിനിസ്റ്റേഴ്സൊക്കെ വിളിച്ച് സംസാരിക്കുകയും അതിൽ നിന്ന് പിന്മാറ്റാൻ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹോട്ടൽ ബിസിനസ് മാത്രമല്ല, പല ബിസിനസ്സുകൾ കോറികളുള്ളവരുണ്ട്. അപ്പം മറ്റ് ബിസിനസ്സൊക്കെ ഉള്ളവരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ അന്നത്തെ ഗവൺമെന്റിന് അതിൽ നിന്ന് മാറ്റാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലല്ല, CBI പോലുള്ള ഏജൻസികൾ അതൊക്കെ അവർ കേസ് അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി അതിന്റെ സ്വാധീനിക്കുന്ന പെട്ടെന്ന് മാറുന്നതല്ല. ഒരു കേസ് തെളിയിക്കാനുള്ള മാർഗങ്ങൾ അവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വിജിലൻസിനെ സംബന്ധിച്ച് ഞാൻ വിജിലൻസിന്റെ കേസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് അന്വേഷണം കാണുന്നത്. ഒരു പ്രഹസനമായ ഒരു അന്വേഷണം മാത്രമായിട്ടാണ് ആദ്യം തൊട്ട് അവസാനം വരെ പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു ദൂരം കേസ് മുന്നോട്ട് വന്നപ്പോൾ ജേക്കബ് തോമസ് സാർ അതിൽ നിന്ന് പോവുകയും ചെയ്തു. അതിനകത്ത് ശക്തമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ഒരു പരിധി കഴിയുമ്പോൾ അവരെ ഒരു മൂലയിലേക്ക് സ്ട്രീം ലൈൻ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. മറ്റ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ചില സ്ഥാനമോഹങ്ങൾ നൽകി അവരെ അതിൽ നിന്നും അവർ പറയുന്ന രീതിയിലേക്ക് ഇത് ചെയ്യാനും പറ്റി. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരെ ഒരു പരിധിക്കുള്ളിൽ സ്വാധീനിക്കാൻ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരും അതിന്റെ DGP ആയിരുന്ന CB മാത്യു അടക്കം, CB മാത്യു അല്ലല്ലോ എന്നുണ്ടായിരുന്ന ആരാ വിൻസെന്റ് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പ്രത്യേക ഒരു സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് കേസിനെ ട്വിസ്റ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്ര വർഷങ്ങളായി കേസ് തെളിയാതെ പോയതിലും അതിന്റെ സത്യം പുറത്തു വരാതെ പോയതിലൊക്കെ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. മാധ്യമങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുത്തു, ഞാനും സ്ട്രെയിൻ എടുത്തു. ഒരുപാട് കേസുകൾ എന്നെ അന്നത്തെ ഗവൺമെന്റ് പ്രതിയാക്കുകയും ചെയ്തു. പല കേസുകളും ഇന്ന് ക്ലോസ് ചെയ്തു. ഒന്നും നിലവിൽ കേസ് നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സത്യം പുറത്തു വരണമെന്ന ഒരു ആഗ്രഹം, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവസാനം വരെ ഈ കേസിന്റെ കൂടെ CBI അല്ല ഏത് ഏജൻസി അന്വേഷിച്ചാലും അവരോടൊപ്പം ഞാൻ ഉറച്ചു നിൽക്കും എന്ന് ഈ അവസരത്തിൽ പറയാം. RSS ഫയൽ ചെയ്ത കേസൊന്നുമല്ല ഇത്. ആ സമയത്ത് തന്നെ ഒരു ജേക്കബ് എന്ന് പറഞ്ഞ ഒരാൾ ഫയൽ ചെയ്തൊരു കേസാണ്. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന പബ്ലിക് ലിറ്റിഗേഷൻ എന്ന കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ലെവലിലേക്ക് CBI അന്വേഷിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആര് കൂട്ടിലടച്ച തത്തയായാലും സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിനിപ്പോൾ നമ്മളെന്തിനാ പേടിക്കണേ? സത്യം പുറത്തു കൊണ്ടുവരട്ടെ. കൂട്ടിക്കിടക്കുന്നതിലും തത്ത പുറത്തു കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അതിന് കഴിയുമെങ്കിൽ പറയട്ടെ. ഇവിടുത്തെ വിജിലൻസിന് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ആരാ കൂട്ടിലടച്ച്? വിജിലൻസ് അതിനേക്കാളും ഒരു ഈ ഡിപ്പാർട്ട്മെന്റ് എന്തിനാണെന്ന് പോലും തോന്നിയിട്ടുണ്ട്. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഒരു ശോചനീയമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ മുക്കിനും മൂട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഇന്ന് നടക്കുന്ന നിറച്ച് കറപ്ഷനിൽ നടക്കുന്ന ഒരു ഫയൽ. നിങ്ങൾക്ക് ഒരു ചെറിയ വീട് വെക്കാൻ വേണ്ടി ഒന്ന് കയറി നോക്കിയേ. ഒരു ഫയൽ എവിടെ ഒരു സാങ്ഷൻ മേടിച്ചുകൊണ്ട് പൈസ കൊടുക്കാതെ സാങ്ഷൻ മേടിക്കാൻ പറ്റുമോ? അതിനൊന്നും വിജിലൻസ് നമ്മുടെ സ്റ്റേറ്റിലുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിലാണ് സ്റ്റേറ്റ് വിജിലൻസ്. അത് വെറും ഒരു കൂട്ടിലടച്ചതല്ല. തത്ത ഉണ്ടോന്ന് പോലും കൂട്ടിനകത്ത് തത്ത ഉണ്ടോന്നൊരു സംശയത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരെ എന്തിനാ കുറ്റം പറയണേ? അവരന്വേഷിക്കട്ടെ. ഒരുപാട് കേസുകൾ CBI തെളിയിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് കേസുകൾ CBI വളരെ പ്രമാദമായ കേസുകൾ തെളിയിക്കാൻ CBI കഴിഞ്ഞിട്ടുണ്ട്. തെളിയിക്കാൻ കഴിയട്ടെ. നമ്മൾ ആരെയും മുൻവിധിയോടുകൂടി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ കേസിന് പിന്നാലെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി. KM മാണി അടക്കം ഇപ്പം CBI പറയുന്ന കാര്യം KM മാണിക്കെതിരായ അന്വേഷണം മുഖ്യമന്ത്രി ഇടപെട്ട് തടഞ്ഞു എന്ന തരത്തിലൊരു കാര്യം കൂടി CBI പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ്? അല്ല, അത് അവരുടെ രാഷ്ട്രീയപരമായി കേരള കോൺഗ്രസ് LDF-ലേക്ക് UDF വിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ കേസ് ഒരു സെറ്റിൽമെന്റിലേക്ക് വന്നത്. അത് രാഷ്ട്രീയമായി
അവർ കൂടെ കൂടുന്നവരെ സംരക്ഷിക്കുക, എപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയാലും അവരുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ ആദ്യം കോൺഗ്രസ് ശ്രമിച്ചതാണ്. പക്ഷെ അതിനകത്ത് കുറെ അന്തർനാടകങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണത് കാര്യം. ആ സമയത്ത് ഈ കേസ് നടക്കുന്ന സമയത്ത് മാണി സാർ CPM-ലേക്ക് ചാടാനായിട്ടുള്ള LDF-ലേക്ക് ചാടാനൊരു നീക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം അതുകൊണ്ടാണ് അതിനകത്ത് അവർക്ക് സംശയങ്ങളും ഇതുകൊണ്ട് അന്നേ ആ സമയത്തെ മാണി സാറും കേരള കോൺഗ്രസിലേക്ക് മാറാനായിട്ടുള്ള തീരുമാനം രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആണ് ഈ കേസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരെ ഉള്ള ആരോപണങ്ങൾ അതുകൊണ്ടാണ് ആ സമയത്ത് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഇത് വന്നു, കേസ് ഒരു സെറ്റിൽമെന്റ് എത്തുകയും അതിനുശേഷം മാണി സാറിന്റെ കാലശേഷം കേരള കോൺഗ്രസ് തിരിച്ച് CPM-ലേക്ക് വന്നു. മാണി സാറുമായിട്ടുള്ള കേസ് സെറ്റിൽമെന്റിലേക്ക് എത്തിയായിരുന്നല്ലോ. ആ കേസ് അന്വേഷണത്തിന്റെ ഇത് എത്തിയപ്പോഴേ അത് പിന്നെ മുന്നോട്ട് പോകാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഞാനതൊരിക്കലും വ്യക്തമാക്കിയതാണ്. അത് സംസാരിച്ച് സെറ്റിൽ ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണല്ലോ അവർ തിരിച്ചും CPM-ലേക്ക് LDF-ലേക്ക് കേരള കോൺഗ്രസ് എത്തിയത്. എന്താണ് സെറ്റിൽമെന്റ് ആയതിനു ശേഷമാണല്ലോ പ്രവേശനം വന്നത്. അപ്പൊ സെറ്റിൽമെന്റ് ഭാഗമായിട്ടാണ് രാഷ്ട്രീയമായിട്ട് സെറ്റിൽ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ എല്ലാം രാഷ്ട്രീയത്തിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഓരോ ഘടകകക്ഷികളെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മള് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് കടന്നു കഴിഞ്ഞാൽ വേറെ ദിശയിലേക്ക് പോകും. നമ്മളിപ്പോ ബാർക്കോഴ അന്വേഷിക്കട്ടെ, അതിനെ അന്വേഷിക്കുന്നതിന് പരിപൂർണമായി CBI അന്വേഷിക്കുന്നതിന് 100% ഞങ്ങളുടെ ഭാഗത്ത്, എന്റെ ഭാഗത്തുനിന്നും ഇതുമായി അനുകൂലിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും ഇപ്പോഴേ വെളിപ്പെടുത്തുന്നില്ല. ഇതിന് മൊഴി പറയാനും CBIക്ക് വന്നാൽ മൊഴി പറയുന്ന ചില ബാർ ഉടമകളുമുണ്ട്. നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ സ്വാധീനം ചെലുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഭീഷണിക്ക് അവർ വഴങ്ങാൻ സമ്മർദ്ദം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ആരൊക്കെ കൂടെ ഉണ്ട്, ആരൊക്കെ മൊഴി പറയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ 100% കേസ് തെളിയും. അതിന് പറയാനുള്ള ആൾക്കാർ അതിനകത്ത് അതിന്റെ കൈകാര്യം ചെയ്തവരും തെളിവുകളുള്ളവരും ഈ സമയത്ത് അത് പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. LDF-ന്റെ UDF-ന്റെ താല്പര്യമില്ല. നമ്മളൊരു കാര്യം ആരോപിച്ചു, ആരോപണം നടന്ന കാര്യം. ബാർക്കോഴ കേസ് CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിക്കുന്നത് നല്ലതാണ്. CBI ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ബിജു രമേശ് പറയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. വിജിലൻസ് അന്വേഷണം പ്രഹസനമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടം ഷെഡ് തകർത്തു. മൗണ്ട് ഫോർട്ട് സ്കൂളിന് സമീപം രാജന്റെ ഷെഡാണ് തകർത്തത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു ആക്രമണം. അരിക്കൊമ്പനെ പിടികൂടിയത് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി കണ്ടിട്ടില്ല എന്ന വനമന്ത്രി AK ശശീന്ദ്രൻ. മറ്റൊരു പോംവഴിയില്ലാത്ത സാഹചര്യത്തിലാണ് അരിക്കൊമ്പനെ പിടികൂടേണ്ടി വന്നത്. വന്യജീവി ആക്രമണം പലയിടത്തുമുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. അതിനായി ഒരു പാനൽ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദൌത്യത്തിൽ പങ്കെടുത്ത കുങ്കിയാനകളുടെ പാപ്പാന്മാരെ സ്ഥിരപ്പെടുത്താനാകില്ലെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. നമ്മൾ ഈ അരിക്കൊമ്പനെ പിടിക്കുന്നതോടുകൂടി കേരളത്തിലെ വനവിവരങ്ങളിൽ ഇനി ഒരു ആനയും എവിടെയും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടല്ലോ. അത് ഇത്തരം നടപടികൾ നേരത്തെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അത് താൽക്കാലിക നടപടിയാണ്. അത് ശാശ്വത പരിഹാരമായി ഗവൺമെൻറ് ഒരിക്കലും കരുതിയിട്ടില്ല. എന്നാൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഗവൺമെൻറ് ഇടപെട്ട് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് വന്നത്. പെരിയാർ റിസർവിൽ തുറന്നുവിട്ട അരിക്കൊമ്പന്റെ സഞ്ചാരം നിരീക്ഷിച്ച് വനംവകുപ്പ്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലുള്ള പ്രത്യേക സംഘത്തിനാണ് അരിക്കൊമ്പനെ നിരീക്ഷിക്കാനുള്ള ചുമതല. റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറ അടക്കം ഉപയോഗിച്ചാണ് നിരീക്ഷണം. 3 കിലോമീറ്റർ ചുറ്റളവിൽ സ്വാഭാവിക സഞ്ചാരമാണ് ഇപ്പോഴുള്ളതെന്ന് CCF RS അരുൺ ന്യൂസ് 18നോട് പറഞ്ഞു. അരിക്കൊമ്പൻ ദൌത്യം അതിന്റെ പൂർണ്ണതയിലേക്കെത്തുമ്പോൾ ഈ ദൌത്യത്തിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോടൊപ്പം ചേരുന്നത്. ഹൈറേഞ്ച് സർക്കിൾ CCF RS അരുൺ. മുല്ലക്കുടി സെക്ഷനിലാണ് ഇതിനെ റിലീസ് ചെയ്തത്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 11ഓളം സാറ്റലൈറ്റ് ലൊക്കേഷൻസ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നോടൊപ്പം അറിയിച്ചിട്ടുള്ളത്. റാൻഡമായിട്ട് ഉള്ള മൂവ്മെന്റ്സ് ആണ് കൂടുതൽ. ആൻഡ് അത് ഒരു 3 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ വനമേഖലയിലാണ് ഈ ആനയുള്ളത്. ഇത് അവിടുന്ന് പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അപരിചിതമായിരിക്കും. അതൊക്കെ എടുക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെയാണ് സർ ചെക്ക് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട്, ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ പെരിയാർ ഈസ്റ്റ് ഡിവിഷന്റെ കീഴിൽ ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്.
കൂടാതെ അതിനോടനുബന്ധിച്ചുള്ള ഇവിടുത്തെ ബയോളജിസ്റ്റുകളും ഇവിടുത്തെ വെറ്റിനറിയൻസും അവരെല്ലാം ഇതിന് മോണിറ്റർ ചെയ്യുന്നതാണ്. ഇത് തിരിച്ചു പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? പെരിയാർ കടുവാ സങ്കേതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സങ്കേതമാണ്. ഇവിടെ ഇവർക്ക് പലതരത്തിലല്ലാതെ തന്നെ വൈൽഡ് ലൈഫിനെ മോണിറ്റർ ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. ഇവിടെ AI ക്യാമറാസ് ഉണ്ട്, റിയൽ ടൈം മോണിറ്ററിംഗ് ഉണ്ട്. അല്ലാതെ ഇവരുടെ പെട്രോളിങ്ങും അവരുടെ സെക്ഷൻ ഓഫീസുകളുണ്ട്, സെക്ഷനുകളുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകൾ അല്ലാതെ നിരന്തരം പെട്രോളിംഗ് ചെയ്യുന്നവരാണ്. അതോടൊപ്പം ഈ സ്പെഷ്യലായിട്ട് അരിക്കൊമ്പനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീമിനെയും കൂടെ അതിന്റെ ഇൻ അഡീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും RS അരുൺ അദ്ദേഹമാണ് ഈ ദൌത്യത്തിന് ചുക്കാൻ പിടിച്ച ഫീൽഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തത്. ഒരു കാര്യം അരിക്കൊമ്പൻ ഫാൻസിന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈഗർ റിസർവാണ് പെരിയാർ ടൈഗർ റിസർവ്. അവിടെ അരിക്കൊമ്പൻ സുരക്ഷിതനായിരിക്കും, കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും, പരിചരണങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18. പെരിയാർ വനത്തിലേക്ക് ഇറക്കിവിട്ട അരിക്കൊമ്പനെ തെരഞ്ഞ കാട്ടാനക്കൂട്ടങ്ങൾ ചിന്നക്കനാലിൽ. ഒറ്റ ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെ കാത്ത് ഇണയും കുട്ടിയാനയും ചിന്നക്കനാലിലെ റോഡിലൂടെ നടന്നത് നൊമ്പര കാഴ്ചയായി മാറിയിരുന്നു. കുട്ടികളുമൊത്ത് കൂട്ടമായി നിൽക്കുന്ന ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം വരെ അരിക്കൊമ്പനൊപ്പം ആയിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതൊന്നും ഈ കാട്ടാനക്കൂട്ടം അറിഞ്ഞിട്ടില്ല. ദൌത്യം നടന്നതിന് തൊട്ടടുത്തായി നിലയുറപ്പിച്ച ഇവർ ഒരുപക്ഷെ തെരയുന്നത് ഒരു ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെയായിരിക്കും. നമുക്ക് തന്നെ അന്നലെ ആ ഒരു സീനെല്ലാം കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആനകൾക്കത് അവരെ വിട്ടേച്ച് പോകാൻ പറ്റുമോ? ആ ഒരു സ്ഥിതിയാണ് ഇത്. കൂടുതൽ ഇത് ശല്യം ഈ പിന്നെ വീടുകളെ ആക്രമിക്കുന്നത് കൊണ്ടല്ലേ ഈ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള രീതിയിലൊരു സമരപരിപാടികൾ നടക്കും. ഇതിനെ പിടിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നതും മറ്റു ആനകളോടെ നിൽപ്പുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ യൂക്കാലി പ്ലാന്റേഷനെല്ലാം വെട്ടിമാറ്റി ഇവിടെ കുറച്ച് ആനയ്ക്ക് തിന്നത്തക്ക രീതിയിലുള്ള തീറ്റകൾ വെച്ചു പിടിപ്പിച്ചാൽ ജനവാസ മേഖലയിലേക്ക് ഈ ആനയുടെ ശല്യമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അരിക്കൊമ്പൻ മലയിറങ്ങിയതോടെ രണ്ടു കൂട്ടമായി നടന്നിരുന്ന കാട്ടാനകൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നു. ചക്കക്കൊമ്പനും കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. ന്യൂസ് 18 ചിന്നക്കനാൽ. ഇനി എത്ര ഇരകൾ? കേരളത്തിലെ ഭാവി സമൂഹം കുരുങ്ങിക്കിടക്കുന്ന ലഹരിക്കെണിയുടെ വ്യാപ്തി ചെറുതല്ല. സിനിമാ മേഖല മുതൽ സ്കൂളുകൾ വരെ ഇന്ന് ലഹരി മാഫിയ പിടിമുറുക്കി. തലസ്ഥാനത്ത് 14-കാരിയുടെ ജീവൻ നഷ്ടപ്പെട്ട് ഒരു മാസം പിന്നിട്ടിട്ടും പോലീസ് നിസ്സഹായ അവസ്ഥയിലാണ്. ഈ ലഹരി സംഘങ്ങൾ ഇനിയും എത്ര ജീവനെടുക്കും? ന്യൂസ് 18 പരമ്പര ഇനി എത്ര ഇരകൾ? അടുത്തിടെ വരെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഓർത്ത് രക്ഷകർത്താക്കളും പൊതുസമൂഹവും ആശങ്കപ്പെട്ടിരുന്നത് കലാലയ സംഘടനകളുടെ പേരിലായിരുന്നെങ്കിൽ ആ സംഘർഷങ്ങളും ആശങ്കകളും ഇന്ന് മറ്റൊരു വലിയ വിപത്തിന് വഴിമാറുകയാണ്. അത് മറ്റൊന്നുമല്ല, കലാലയങ്ങളിലും സ്കൂളുകളിലും പിടിമുറുക്കുന്ന ലഹരി മാഫിയ തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ്. മാനവീയം വീഥിയിലെ സ്ഥിരം കാഴ്ചയാണ് എനിക്ക് പിന്നിലുള്ളത്. അന്യ ജില്ലകളിൽ നിന്ന് പോലും വിദ്യാർത്ഥിനികളെ കെണിയിലാക്കി ലഹരി മാഫിയ മാനവീയം വീഥി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു വശത്ത് ഇതുപോലെ നിരീക്ഷണവും ചോദ്യം ചെയ്യലുമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഇവരുടെ ചതിക്കുഴികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസ് ആസ്ഥാനത്തിന്റെ ഈ മതിൽക്കെട്ടിനപ്പുറം മാനവീയം വീഥിയുടെ പ്രവേശന കവാടമാണ്. നിരവധി കലാ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകുന്ന ഈ തെരുവിന് സന്ധ്യ മയങ്ങിയാൽ ഇപ്പോൾ മറ്റൊരു മുഖമാണ്. വികൃതമാക്കുകയാണ് സാമൂഹ്യ വിരുദ്ധരായ ലഹരി മാഫിയ ചേർന്ന് സന്ധ്യ മയങ്ങിയാൽ ഈ സുന്ദര തെരുവിന്. തലസ്ഥാന നഗരിയിലെ പ്രമുഖ സ്കൂളുകളിൽ ലഹരി മാഫിയ വലവിരിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത് ഒരു മാസം മുമ്പാണ്. പക്ഷേ കാണേണ്ടവർ നടപടിയെടുക്കാൻ വൈകിയതോടെ നഷ്ടമായത്
ഒരു 14-കാരിയുടെ വിലപ്പെട്ട ജീവനാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് ലഹരി ഉപയോഗം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. മദ്യവും കഞ്ചാവും എന്നിവയേക്കാൾ അപ്പുറം തീവ്രവും ഉന്മാദവും നൽകുന്ന സിന്തറ്റിക് ലഹരികൾക്കാണ് കുട്ടികൾ കൂടുതൽ അടിമപ്പെടുന്നത്. എവിടെ നിന്നാണ് കുട്ടികൾക്കിത് ലഭിക്കുന്നത്? ആരാണ് ഇത് നൽകുന്നത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ പിടയുകയാണ് നമ്മുടെ യുവത്വം. ഇത്തരം ലഹരി മാഫിയാസങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ ന്യൂസ് 8ന്റെ അനിവാര്യമായ ഇടപെടലായി മാറുകയാണ് ഈ പരമ്പര. കോവിഡുമായി അനുബന്ധമായിട്ട് ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും കൗമാരപ്രായക്കാരും ഓൺലൈൻ വിനോദങ്ങളിലേക്ക് വ്യാപകമായി പോവുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി ഡാർക്ക് വെബ് പോലെയുള്ള ഇന്റർനെറ്റിന്റെ വളരെ ഇരുണ്ട പ്രതലങ്ങൾ കുട്ടികൾ കൂടുതലായിട്ട് പരീക്ഷിക്കുകയും അവിടെ നിന്ന് ലഹരി വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ലോകമെമ്പാടും ആ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ രാസലഹരികൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് ഈ ജീവൻ എടുക്കാൻ പോലും പ്രാപ്തമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി വസ്തുവാണ് ആംഫിറ്റമിൻ വിഭാഗത്തിൽപ്പെടുന്ന MDMA. ഇതെല്ലാം മസ്തിഷ്ക ഉത്തേജക മരുന്നുകളാണ്. ഇതെല്ലാം അതായത് പൊടുന്നനെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ MDMA പോലെയുള്ള ഈ ആംഫിറ്റമിൻ വസ്തുക്കൾ ഒരു തവണ തന്നെ വലിയ അളവിൽ ഉപയോഗിക്കുകയോ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ചെറിയ അളവിൽ നിരന്തരമായി എല്ലാ ദിവസവും സ്ഥിരമായി ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ തലച്ചോറിലും മറ്റും ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യും. അതേപോലെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ സങ്കോചം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും സമാന്തരമായി രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ. ഏറ്റവും മാരകമായ പ്രശ്നം, ഈ രക്തക്കുഴലുകൾ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അത് പലപ്പോഴും മരണത്തിന് തന്നെ കാരണമാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു സാധ്യത, ഈ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ചിട്ട് ആ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം തടസ്സപ്പെടുന്ന ഒരവസ്ഥ. ഇത് പലപ്പോഴും മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക്, ഒരു സൈഡ് തളർന്നു പോവുക അല്ലെങ്കിൽ ചുണ്ടുകൂടി പോവുക, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരുക, ഇത്തരം അവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചെറിയ അളവിൽ ആണ് ഇത് വല്ലപ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൊടുന്നനെ കൂടുകയും അത് പലപ്പോഴും മിഥ്യാവിശ്വാസങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ള തോന്നലുകൾ, മിഥ്യാ അനുഭവങ്ങൾ, ഇല്ലാത്ത കാഴ്ചകൾ കാണുക, ഇല്ലാത്ത സൗണ്ടുകൾ കേൾക്കുക, അങ്ങനെയുള്ള ചിത്തഭ്രമ ലക്ഷണങ്ങൾ, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അല്ലെങ്കിൽ ലഹരി വസ്തുജന്യ ചിത്തഭ്രമം എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ഈ ലഹരി വസ്തുക്കൾ ഒക്കെ. അതുകൊണ്ട് തന്നെ ഇവയിൽ നിന്ന് ഈ കുട്ടികളെ അകറ്റി നിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊച്ചിയിൽ കഞ്ചാവ് കേസിൽ SI ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ആലുവ തടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജനും മകനും ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കേസിൽ പ്രതിയാണെന്നറിഞ്ഞിട്ടും മകനെ സംരക്ഷിക്കുകയും വിദേശത്തേക്ക് കടക്കാൻ സഹായിക്കുകയും ചെയ്തതിനാണ് സാജനെ അറസ്റ്റ് ചെയ്തത്. ട്രെയിനിൽ കൊണ്ടുവന്ന 28 കിലോ കഞ്ചാവ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടിയിരുന്നു. കേസിൽ ആലുവ തടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജൻ, മകൻ നവീൻ, അറക്കപ്പടി സ്വദേശി ആൻസ്, പെരുമ്പാവൂർ സ്വദേശി ബേസിൽ തോമസ് എന്നിവരെയാണ് പിടികൂടിയത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആവേശം. കർണാടകത്തിൽ JDS അധികാരത്തിൽ വരുമെന്ന് HD കുമാരസ്വാമി ന്യൂസ് 8നോട്. കർണാടക വോട്ടർമാർ ബദലായി കാണുന്നത് JDSനെയാണ്. BJPയെയും കോൺഗ്രസിനെയും ജനങ്ങൾക്ക് മടുത്തു. ഇത്തവണ JDS കിങ് മേക്കർ അല്ല, കിങ് ആകുമെന്നും 120 സീറ്റാണ് ലക്ഷ്യമെന്നും കുമാരസ്വാമി ന്യൂസ് 8നോട് പറഞ്ഞു. JDS നേതാവ് മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി ന്യൂസ് 8നൊപ്പം ചേരുകയാണ്. So, how confident you are winning back to power in Karnataka? Getting back to power in Karnataka. This time, Karnataka voters already decided to bless JDS as a regional party. Karnataka citizens are fed up with both national parties. The way in which the government running
from last 3.5 years from BJP. People are disgusted. Even the way in which the official opposition party Congress, they are behaving. People are fed up with those two parties. Now they decided to choose JDS as an alternative to these two parties. Will JDS be the kingmaker this time? Not only a kingmaker, people will going to bless us as a king place. Okay. If no one get majority, what will be the stand of JDS? No, we will get clear majority. I have confidence. We will get minimum 123 watt. My aim from last 1 year. For that I am working out. In that actually I already reached. ഇത്തവണ JDS അധികാരത്തിൽ വരുമെന്നാണ് HD കുമാരസ്വാമി ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം മൈസൂരിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അതുകൊണ്ട് കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. ഞാൻ കൊടുത്ത സ്പ്ലിങ്കർ അഴിമതി കേസ് ഇപ്പോഴും അതോടൊപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച ഈ കേസുകളൊക്കെ ഹൈക്കോടതി കിടക്കുകയാണ്. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ കടലാസ് കമ്പനികളുടെയും മാനേജരെ പോലെയാണ് സംസാരിക്കുന്നത്. ഈ കടലാസ് കമ്പനികളെ ന്യായീകരിക്കുന്ന വഴി ഈ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമാവുകയാണ്. ആരാണ് ഇവിടെ പുകമറയുണ്ടാക്കുന്നത്? ഇവിടെ പുകമറയുണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ്. AI ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ അഴിമതി രേഖകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല. ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ്. 232 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നൽകാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ UDF ആവശ്യപ്പെട്ട പോലെ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല? കെൽട്രോൺ പുറത്തുവിട്ട രേഖ ഞാനും പ്രതിപക്ഷ നേതാവും പുറത്തുവിട്ട രേഖകൾ തന്നെയാണ്. അതിൽ കൂടുതൽ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. ഉപകരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കടലാസ് കമ്പനികളെ പറ്റി പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറയണം, ആരാണ് പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ? രാംജിത്ത് ആരാണ്? അദ്ദേഹമാണോ യഥാർത്ഥ ഉടമ? പ്രയോസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള സ്വാധീനം എന്താണ്? ഇങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതികളിലൊന്നാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ടത്. ഗവൺമെന്റാണ് ജനങ്ങളെ കളിപ്പിക്കുന്നത്. ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കാണ്. അത് UDFും കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് UDF യോഗം തന്നെ തീരുമാനിച്ച കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അത് VD സതീശൻ തന്നെയാണ്. ഞങ്ങളൊരു കാര്യം, ആ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കും. കേരളത്തിലെ കോൺഗ്രസ് UDF ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ അഴിമതി ഗവൺമെന്റിനെ തുറന്നു കാട്ടും. ഈ അഴിമതിക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവരും. വീണ്ടും വാർത്തയിലേക്ക്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ മതങ്ങളുടെ ചിഹ്നവും പേരുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. പരാതിക്കാരൻ ഹർജി പിൻവലിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. ഉത്തർപ്രദേശ് ഷിയ സെൻട്രൽ ബോർഡ് ഓഫ് വഖഫ് മുൻ ചെയർമാൻ
സയ്യിദ് വസീം റിസ്വിയാണ് റിട്ട് ഹർജി സമർപ്പിച്ചത്. പരാതിക്കാരന് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. AI ക്യാമറ ഇടപാടിൽ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ 2 രേഖകൾ കൂടി കെൽട്രോൺ പുറത്തുവിട്ടു. ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ യോഗ്യതയും അവർക്ക് ലഭിച്ച മാർക്കും SRIT ആരുമായിട്ടൊക്കെ സഹകരിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയതാണ് പുതിയ രേഖ. എന്നാൽ ക്യാമറയുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കാര്യക്ഷമത രേഖ എന്നിവയൊന്നും കെൽട്രോൺ പരസ്യപ്പെടുത്തിയിട്ടില്ല. AI പദ്ധതിയുടെ ടെൻഡർ വാല്യുവേഷൻ രേഖയാണ് കെൽട്രോൺ പുറത്തുവിട്ടത്. 4 കമ്പനികൾ പങ്കെടുത്തു. കമ്പനിയുടെ 3 വർഷത്തെ ടേൺ ഓവർ, ചെയ്ത പദ്ധതികളുടെ എണ്ണം, എത്ര കോടി രൂപയുടെ പദ്ധതി എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങൾ പ്രകാരമായിരുന്നു മാർക്കിടൽ. ഇതിൽ 100-ൽ 95 മാർക്ക് SRIT നേടി. അശോക ബിൽഡ്കോണിന് 92-ഉം അക്ഷര എന്റർപ്രൈസസിന് 91 മാർക്ക് ലഭിച്ചപ്പോൾ ഗുജറാത്ത് ഇൻഫോടെക്കിന് ആകെ 8 മാർക്കാണ് ലഭിച്ചത്. കൂടുതൽ മാർക്ക് നേടിയ SRITക്ക് കെൽട്രോൺ ഉപകരാർ നൽകുകയും ചെയ്തു. SRITക്ക് കരാർ ലഭിക്കാൻ അശോകയും അക്ഷരയും സഹായിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. കെൽട്രോൺ ആദ്യം പ്രസിദ്ധീകരിച്ച 7 രേഖകളിൽ ഈ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം SRIT AI ഉപകരണങ്ങൾ വാങ്ങാൻ ഈ സെൻട്രിക് കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന രേഖയും പ്രസിദ്ധീകരിച്ചു. സേഫ് കേരള പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ പ്രസാഡിയോയും ട്രോയ്സുമാണെന്ന് ഈ രേഖയിലുണ്ട്. എന്നാൽ മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോമിന്റെ കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലുണ്ടാവുക. ടെക്നിക്കൽ ഇവാലുവേഷൻ ഡോക്യുമെന്റ് പുറത്തുവിട്ടിട്ടില്ല. ക്യാമറ എത്രമാത്രം കാര്യക്ഷമമാണ്, തെറ്റ് വരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന എറർ ഫാക്ടർ, പ്രോസസ്സറിന്റെ പ്രത്യേകതകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടില്ല. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നം ഉപയോഗിച്ചതായി കെൽട്രോൺ അവകാശപ്പെടുമ്പോഴും അതിന്റെയും വിശദീകരണം രേഖകളിലില്ല. ഞങ്ങളെല്ലാം സുതാര്യമായി ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു 7 രേഖകളും ഒരു വാർത്താക്കുറിപ്പും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെൽട്രോൺ പുറത്തുവിട്ടത്. എന്നാൽ സാങ്കേതിക വിവരങ്ങളും ഉപകാരമടങ്ങുന്ന നിർണായക രേഖകൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് ലഭ്യമല്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും സംഘടിതമായി അഴിമതി നടക്കുന്ന സംസ്ഥാനം കേരളമെന്ന കെ സുരേന്ദ്രൻ. AI ക്യാമറ അഴിമതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ്. അഴിമതികൾ മൂടിവെക്കാനുള്ള ഏജൻസിയായി വിജിലൻസ് മാറിയെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. പണ്ട് ഏതെങ്കിലും ഒരു പ്രൊജക്ടിലാണ് അഴിമതി നടത്തിയിരുന്നതെങ്കിൽ ഇപ്പൊ എല്ലാ തട്ടിപ്പുകാരും കൂടി ഒരു പ്രൊജക്ടിൽ, ഏത് പ്രൊജക്ട് വരുമ്പോഴും അതിൽ എല്ലാ തട്ടിപ്പുകാരും യോജിക്കുക. ഇപ്പൊ അൽഹിന്ദിന്റെ MD പറഞ്ഞത് വലിയ വാർത്തയായില്ല. ക്യാമറയുടെ കാര്യത്തിൽ സമീപിച്ചെന്നും 50 കോടി മുടക്കിയാൽ 75 കോടി നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ഒരു ഗവൺമെന്റ് എന്നിട്ട് പറയാണ് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ട് ഈ അഴിമതി അവസാനിപ്പിച്ച് ശരിയായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി അവരുടെ ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത്. കേരള സ്റ്റോറിക്കെതിരെ വ്യാപക പ്രതിഷേധം. സിനിമ RSSന്റെ വർഗീയ അജണ്ട എന്നാണ് CPM നിലപാട്. നിയമപരമായി നേരിടുമെന്ന് മുസ്ലിം ലീഗും പറഞ്ഞു. സിനിമയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിൽ മുഖ്യമന്ത്രിക്കും വിമർശനമുണ്ട്. കേരള സ്റ്റോറി എന്ന ചിത്രം തിയേറ്ററുകളിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രതിഷേധം വ്യാപകമാകുന്നത്. സംസ്ഥാനത്തെ മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമമാണ് ചിത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിൽ RSSന്റെ ഹിന്ദുത്വ അജണ്ട എങ്ങനെയാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്തിലെ മതനിരപേക്ഷത തകർക്കേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അജണ്ടയാണ് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഭരണകൂട സ്ഥാപനങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്. കേരളത്തിൽ കാലുറപ്പിക്കാനുള്ള സംഘപരിവാർ ശ്രമത്തെ എതിർക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടപടി സ്വീകരിക്കാത്ത മുഖ്യമന്ത്രിയും വിമർശിച്ചു. DGPയെ കൊണ്ടൊരു ഓർഡർ, ഒരു ഉത്തരവ് ഹൈക്കോടതി കൊടുപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലേ? മുഖ്യമന്ത്രി പ്രവർത്തിച്ചാണ് കാണിച്ചു തരേണ്ടത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് തീരുമോ? ഞങ്ങളൊക്കെ മുഖ്യമന്ത്രിയോടും ഭരണകർത്താക്കളോടും നിയമവ്യവസ്ഥയോടും ഒക്കെ പറയാനേ കഴിയൂ. മുഖ്യമന്ത്രിക്ക് പ്രവർത്തിച്ച് കാണിച്ചു കഴിഞ്ഞ് താമസിപ്പിക്കുന്നിടത്തോളം ബുദ്ധിമുട്ടല്ലേ? തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നല്ലപിള്ള ചമഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് പാർട്ടിക്കാരെ ആവേശം കൊള്ളിക്കാൻ മാത്രമെന്ന് കെ മുരളീധരൻ MP പറഞ്ഞു. അദ്ദേഹത്തിന് മോഡിയുടെ സാന്നിധ്യത്തിൽ ഇത് പറയാമായിരുന്നില്ലേ? ഒഞ്ചിയത്തെ രക്തസാക്ഷി ദിനത്തിൽ മുഖ്യമന്ത്രി ചീറി വരുന്ന പുലിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ നരേന്ദ്രമോദിയുടെ മുമ്പിൽ അതൊരു പൂച്ചക്കുട്ടിയായി. ന്യൂസ് 18 തിരുവനന്തപുരം. ദ കേരള സ്റ്റോറി സിനിമയെ അനുകൂലിച്ച കെ സുരേന്ദ്രൻ. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ വരുന്ന സിനിമകൾ ആവിഷ്കരിക്കുമ്പോൾ എന്തിനാണ് വേവലാതി?
സംഘപരിവാർ അജണ്ട കേരള സ്റ്റോറിയിൽ ഇല്ല. സെൻസർ ബോർഡാണ് സിനിമയ്ക്ക് അനുമതി നൽകുന്നത്. ഡിവൈഎഫ്ഐ അല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സെലക്ടീവ് ഫെമിനിസം അല്ല ഫെഫ്കയുടേതെന്ന് ബി ഉണ്ണികൃഷ്ണൻ. കാരവാനിലിരുന്നുള്ള വരേണ്യവാദപരമായ രീതിയിലുള്ള ഫെമിനിസം അല്ല ഫെഫ്കയുടേത്. തൊഴിലാളി മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രീതിയിൽ സ്ത്രീ പ്രാതിനിധ്യം നടപ്പാക്കുന്നു. എല്ലാ OTT പ്ലാറ്റ്ഫോമുകൾക്കും ഫെഫ്ക മെയിൽ അയച്ചിട്ടുണ്ട്. വെബ് സീരീസുകളിൽ പ്രവർത്തിക്കുന്ന ക്യാമറാമാൻമാർക്ക് വേതനം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കിയ വെബ് സീരീസുകൾക്ക് മാത്രമേ അനുമതി നൽകാവൂ. സിനിമാ വ്യവസായം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സ്ത്രീവാദപരമായ നിലപാട് കാരവനിലെ AC-യിൽ ഇരുന്നു കൊണ്ട് വരേണ്യവാദം പറച്ചിലല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിച്ചു. ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ അടിസ്ഥാന വർഗത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. അതല്ലാതെ ഞങ്ങൾ വരേണ്യവാദപരമായ സിലക്റ്റീവ് ഫെമിനിസം അല്ല ഫെഫ്കയുടേത്. അത് തൊഴിലാളി വർഗ സിദ്ധാന്തത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന സ്ത്രീ വിമോചന പ്രവർത്തനമാണ് എന്ന് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട OTT പ്ലാറ്റ്ഫോമുകൾക്കും ഫെഫ്കയുടെ ഓഫീസിൽ നിന്നൊരു മെയിൽ അയച്ചിട്ടുണ്ട്. ഈ വെബ് സീരീസിന്റെ ചുമതല വഹിക്കുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആരായാലും അയാൾക്ക് വേതന സംബന്ധിയായി ഒരു പരാതിയും അയാളുടെ മേൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം വെബ് സീരീസുകൾക്ക് ക്ലിയറൻസ് കൊടുക്കാൻ എന്നൊരു സംവിധാനത്തിലേക്ക് നമ്മൾ അടുത്തൊരു മാസത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടായ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട്. പ്രശ്നം പരിഹരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന് ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരൻ സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയത്തിൽ കാലതാമസമെടുത്തു. രോഗികൾക്കായി പകരം സംവിധാനം ഒരുക്കാൻ സാധിച്ചില്ല എന്നിവയാണ് റിപ്പോർട്ടിലെ പരാമർശം. റിപ്പോർട്ട് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. കഴിഞ്ഞ ദിവസം ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരൻ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഈ മാസം 4-ാം തീയതിയാണ് ജനറൽ ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് പണിമുടക്കിയത്. റാമ്പില്ലാത്തതിനാൽ രോഗികളെ ചുമന്നാണ് ഇപ്പോൾ വിവിധ നിലകളിൽ എത്തിക്കുന്നത്. ചുമട്ട് തൊഴിലാളികളാണ് പലപ്പോഴും രോഗികളെ ചുമന്ന് താഴെ എത്തിക്കുന്നത്. ലിഫ്റ്റ് ശരിയാകുന്നതുവരെ കിടപ്പ് രോഗികളെ വിവിധ നിലകളിലെത്തിക്കാൻ 2 താൽക്കാലിക ജീവനക്കാരെ ആശുപത്രി അധികൃതർ നിയമിച്ചിട്ടുണ്ട്. മാധ്യമ വാർത്തയെ തുടർന്നാണ് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടത്. ഇതിനിടെ ലിഫ്റ്റ് കേടായത് അറിയിക്കാത്തതിലും അത് നന്നാക്കാത്തതിലും വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ലിഫ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കാനും അതിൻ്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കുന്നതിനും വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ലിഫ്റ്റ് എന്ന് പ്രവർത്തന സജ്ജമാകുമെന്ന് പറയാൻ അധികൃതർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ന്യൂസ് 18 കാസർഗോഡ്. കേരള സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് നഴ്സിംഗ് കോളേജുകൾ ലഭിക്കാതിരുന്നതെന്ന കെ സുരേന്ദ്രൻ. കേന്ദ്രം നൽകിയ തുക കേരളത്തിൽ പാഴായി പോവുകയാണ്. അരിക്കൊമ്പനെ കൊണ്ടുപോയ റോഡ് ആരുണ്ടാക്കിയതാണെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. 150 പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചപ്പോൾ കേരളത്തിന് ഒന്നും കിട്ടിയില്ല. കേരളത്തെ അവഗണിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ആരാണ് ഉത്തരവാദി? കേന്ദ്ര ഗവൺമെന്റാണോ? കേന്ദ്ര നിയമം പാസ്സായിട്ടും മാറിയിട്ടും കേരളത്തിൽ നിയമം മാറ്റിയിട്ടില്ല. കേരള സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് കേന്ദ്രത്തിന് പുതിയ നഴ്സിംഗ് കോളേജുകൾ ഇവിടെ അനുവദിക്കാൻ സാധിക്കാത്തത്. അരിക്കൊമ്പനെ കൊണ്ടുപോകുമ്പോ റോഡിന്റെ ചിത്രം ഇട്ടിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ആ റോഡ് ആരുണ്ടാക്കിയതാണ്? എത്ര ചെലവ് സഖാവിന്? ആഭ്യന്തര കലാപം രൂക്ഷമായി സുഡാനിൽ നിന്ന് 180 പേർ കൂടി കൊച്ചിയിലെത്തി. ജിദ്ദയിൽ നിന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഇവരെ നാട്ടിലെത്തിച്ചത്. ഇന്നലെ 22 പേർ നാട്ടിലെത്തിയിരുന്നു. 3000-ലധികം ഇന്ത്യക്കാർ ഇതുവരെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ വഴി 588 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. സുഡാനിൽ രാജ്യം വിടാൻ തുറമുഖത്ത് ആയിരങ്ങൾ കാത്തിരിക്കുകയാണ്. സൗദിയിലേക്കുള്ള കപ്പലുകളിൽ കയറിക്കൂടാൻ തിക്കിത്തിരക്കുകയാണ് വിദേശികൾ ഉൾപ്പെടെയുള്ളവർ. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ പൌരന്മാരെ ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിൽ സുഡാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊല്ലം ബൈപ്പാസിൽ വാഹനാപകടം. 2 അപകടത്തിലായി 3 പേർ മരിച്ചു. കൊല്ലം മങ്ങാട് പാലത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ബൈപ്പാസിലുണ്ടായ മറ്റൊരു അപകടത്തിൽ കൊല്ലം കളക്ടറുടെ ഓഫീസിലെ ജൂനിയർ റിസോഴ്സ് പേഴ്സണായ രഞ്ജിത്തും മരിച്ചു.
ഇ-പോസ് മെഷീനിലെ തകരാർ മൂലമുള്ള റേഷൻ വിതരണത്തിലെ അപാകത പൂർണ്ണമായി പരിഹരിക്കാനായെന്ന് മന്ത്രി ജി.ആർ. അനിൽ. 7 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ റേഷൻ വാങ്ങിച്ചു. NIC പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചു. 2 ദിവസം റേഷൻ കടകൾ അടച്ചിട്ടത് അപ്ഗ്രേഡേഷന് വേണ്ടിയാണ്. ഇപ്പോൾ സെർവർ പ്രശ്നങ്ങളില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ 2 ദിവസം അടച്ചിട്ട് അവരുടെ എല്ലാ പരിശോധനകളും എല്ലാ മാറ്റങ്ങളും വരുത്തിയതിനു ശേഷം പൂർണ്ണമായും പൊതുവിതരണ രംഗം തടസ്സപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന ഉറപ്പിന്മേലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ റേഷൻ വിതരണം വീണ്ടും പുനഃസ്ഥാപിച്ചത്. അന്ന് വൈകുന്നേരം 7 മണിവരെ 7,49,000 കാർഡുകാർ കേരളത്തിൽ ഒറ്റ ദിവസം റേഷൻ വാങ്ങുകയുണ്ടായി. പൊതുവിൽ സെർവറുമായി ബന്ധപ്പെട്ടോ പൊതുവായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരിടത്തും ഒരു തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 1-2 കടകളിൽ ആ കടയുമായി ബന്ധമുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ ചില തടസ്സങ്ങൾ വന്നു എന്നുള്ള കാര്യം ശ്രദ്ധയപ്പെട്ടു. അത് അതത് സ്ഥലത്ത് തന്നെ അവിടെ പരിഹരിക്കുകയും ചെയ്തു. സെർവർ പൂർണ്ണമായും ഇന്നിപ്പോൾ കേരളത്തിന്റെ ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് എത്തി എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ഒഞ്ചിയത്ത് പറഞ്ഞത് പച്ചക്കള്ളമെന്ന് കെ. സുരേന്ദ്രൻ. പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് 3200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം CPM-നെയും മുഖ്യമന്ത്രിയെയും അസ്വസ്ഥരാക്കിയെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മലർന്നു കിടന്ന് തുപ്പരുത്. നരേന്ദ്രമോദിജി കേരളത്തിൽ വന്നപ്പോൾ വസ്തുതകൾ മാത്രമാണ് സംസാരിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനിടയിലുള്ള വിശ്വാസ്യത വർദ്ധിച്ചിരിക്കുന്നു. പിണറായി വിജയൻ പച്ചക്കള്ളം പറഞ്ഞും ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ സാധിക്കില്ല. കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയണം. അത് തൊഴിലില്ലായ്മയുടെ കാര്യത്തിലായാലും സംരംഭകത്വത്തിന്റെ കാര്യത്തിലായാലും സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലായാലും കടക്കണിയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും പിണറായി വിജയൻ പച്ചക്കള്ളമാണ് പറഞ്ഞത്. BJP കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ ശ്രീ നരേന്ദ്രമോദിജി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. അതിന് ഉത്തരവില്ലാതാവുമ്പോൾ ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് പതിവ് ഏർപ്പാട് നടത്താൻ സാധിക്കില്ല. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നല്ലപിള്ള ചമഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് പാർട്ടിക്കാരെ ആവേശം കൊള്ളിക്കാൻ മാത്രമെന്ന് കെ. മുരളീധരൻ MP. മതങ്ങളെ അധിക്ഷേപിക്കാൻ നാടകത്തെയും സിനിമയെയും ഉപയോഗിക്കരുത്. ക്രിസ്ത്യൻ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന കക്കുകളി നാടകവും മുസ്ലിം വിഭാഗത്തെ അവമതിക്കുന്ന കേരള സ്റ്റോറിയും നിരോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ഒഞ്ചിയത്തെ രക്തസാക്ഷി ദിനത്തിൽ മുഖ്യമന്ത്രി ചീറി വരുന്ന പുലിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ നരേന്ദ്രമോദിയുടെ മുമ്പിൽ അതൊരു പൂച്ചക്കുട്ടിയായി. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം തരേണ്ട ഒരു കാര്യം തന്നിട്ടില്ല. അദ്ദേഹത്തിന് മോഡിയുടെ സാന്നിധ്യത്തിൽ ഇത് പറയാമായിരുന്നില്ലേ? കേരളത്തിൻ്റെ ഒരു നിരന്തരമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എയിംസിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒരു വാചകം പോലും പറഞ്ഞില്ല. അപ്പോൾ മോഡിയുടെ മുമ്പിൽ നല്ല പിള്ള ചമയുന്നു. കേരള സ്റ്റോറി എന്ന സിനിമ, ആ സിനിമയും കക്കുകളെയും 2 നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മതങ്ങളെ അധിക്ഷേപിക്കാൻ പാടില്ല. തിരുവനന്തപുരം ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിയിൽ നിന്ന് പാട്ട കുടിശ്ശിക പിരിക്കാതെ സർക്കാർ. 20 വർഷത്തിലധികമായിട്ടും കുടിശ്ശിക പിരിച്ചില്ലെന്ന മറുപടിയാണ് ജില്ലാ വ്യവസായ വകുപ്പിന്റേത്. 5 കോടിയിലധികം രൂപ കുടിശ്ശികയാണ് ഉള്ളത്. 104 ഏക്കർ 90 സെന്റാണ് പാട്ടത്തിന് നൽകിയിട്ടുള്ളത്. 20 വർഷത്തിലേറെയായി പാട്ടത്തുക സ്വകാര്യ ഉടമ സർക്കാരിന് നൽകുന്നില്ല. ഇത്തരം കോടികൾ അടയ്ക്കാനുള്ള കമ്പനി അടച്ചു പൂട്ടിക്കൊണ്ടുപോവുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്തതിനു ശേഷം ലാൻഡ് ലീസ് അഗ്രിമെന്റ് വ്യവസ്ഥകൾ പ്രകാരം ഇത് റിക്കവറി ചെയ്തെടുക്കുന്നതിനുള്ള ഒരു നടപടിയും വ്യവസായ വകുപ്പ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കമ്പനി മാനേജ്മെന്റിനു കൂടിയാണ് സർക്കാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. 3 വർഷത്തിലേറെയായി കമ്പനി അടഞ്ഞുകിടക്കുന്നു. പൊതുമേഖലയിലേക്ക് സർക്കാർ ഏറ്റെടുക്കുന്നുമില്ല. കുടിശ്ശിക കിട്ടാത്തതിൽ വ്യവസായ വകുപ്പ് കേസെടുക്കാത്തതിൽ ഒത്തുകളി ആരോപണവും ഉയരുന്നു. റവന്യൂ റിക്കവറി നടപടികളോ വസ്തു തിരിച്ചു പിടിക്കുന്നതിനോ നടപടി സ്വീകരിക്കാൻ നോട്ടീസോ ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, വ്യവസായ വകുപ്പ് നൽകുന്ന മറുപടി കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഭൂമിയുടെ നടപ്പു തുക വില നിശ്ചയിച്ച് നൽകുന്നതിനും. 2007 ശേഷം വ്യവസായ ഭൂമിയുടെ തുക എത്രയാണെന്ന് കളക്ടറേറ്റിൽ നിന്ന് നിശ്ചയിച്ച് നൽകാത്തത് കൊണ്ടാണ്
ഇവര് ഈ ഭൂമിയുടെ പൈസ ഈടാക്കാത്തത് എന്നാണ്. AI ക്യാമറകൾ സ്ഥാപിച്ചത് ജനങ്ങളെ പിഴിയാനാണെന്ന ആക്ഷേപം കൂടി നിലനിൽക്കെയാണ് കിട്ടാനുള്ള തുക പോലും പിരിച്ചെടുക്കാതെ സർക്കാർ നിഷ്ക്രിയത്വം. കൃഷ്ണപ്രസാദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. പാരഗൺസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. പാരഗൺസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3815 രൂപ, ഔൺസിന് 1,18,660 രൂപ. പാരഗൺസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. പാരഗൺസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഓരോന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, കോടികൾ അടിച്ചു മാറ്റുകയാണ്. അതുകൊണ്ട് അത് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് നിന്ന്, ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാത്ത ഐക്യവും യോജിപ്പും ഇന്ന് കോൺഗ്രസിലും UDFിലുമുണ്ട്. ഐക്യത്തോടെ ഞങ്ങൾ നേരിടും. ഈ സർക്കാരിന്റെ കൊള്ളകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കോടതി എന്തിനാണ് സമീപിക്കുന്നത് അത് ഞാൻ നിങ്ങളോട് പറയാം വിശദമായി. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. സ്പ്ലിങ്കർ അഴിമതി കേസ്, വെള്ളപ്പൊക്കത്തിന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുത്തിട്ടും ഞാൻ കൊടുത്ത വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട കേസ് അത് അദ്ദേഹം അടയിരുന്നു. ഞാൻ കൊടുത്ത ബെപ്കോ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അതിലടയിരുന്നു. എല്ലാ കേസും, ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അതുകൊണ്ട് കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. ഞാൻ കൊടുത്ത സ്പ്ലിങ്കർ അഴിമതി കേസ് ഇപ്പോഴും അതോടൊപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച ഈ കേസുകളൊക്കെ ഹൈക്കോടതി കിടക്കുകയാണ്. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ കടലാസ് കമ്പനികളുടെയും മാനേജരെ പോലെയാണ് സംസാരിക്കുന്നത്. ഈ കടലാസ് കമ്പനികളെ ന്യായീകരിക്കുന്ന വഴി ഈ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമാവുകയാണ്. ആരാണ് ഇവിടെ പുകമറയുണ്ടാക്കുന്നത്? ഇവിടെ പുകമറയുണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ്. AI ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ അഴിമതി രേഖകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല. ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ്. 232 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നൽകാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഒന്നും മറക്കാനില്ലെങ്കിൽ UDF ആവശ്യപ്പെട്ട പോലെ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല? കെൽട്രോൺ പുറത്തുവിട്ട രേഖ ഞാനും പ്രതിപക്ഷ നേതാവും പുറത്തുവിട്ട രേഖകൾ തന്നെയാണ്. അതിൽ കൂടുതൽ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. ഉപകരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കടലാസ് കമ്പനികളെപ്പറ്റി പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറയണം, ആരാണ് പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ? രാംജിത്ത് ആരാണ്? അദ്ദേഹമാണോ യഥാർത്ഥ ഉടമ? പ്രയോസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവന, അദ്ദേഹത്തിന് ഭരണത്തിലുള്ള സ്വാധീനം എന്താണ്? ഇങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതികളിലൊന്നാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ടത്.
ഗവൺമെന്റാണ് ജനങ്ങളെ കളിപ്പിക്കുന്നത്. ഗവൺമെന്റ് നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇനി പൂരം അടുത്ത വർഷം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പുനലൂരിൽ യുവതിക്ക് നേരെ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം. ആക്രമണത്തിനിരയായത് താലൂക്ക് ആശുപത്രി ജീവനക്കാരി. പത്തനാപുരത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സ്കൂൾ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. കട്ടപ്പനയിൽ പോക്സോ കേസിൽ 43കാരനും പിടിയിൽ. പന്ത്രണ്ട് വർഷമായി അറ്റകുറ്റപ്പണി നടത്താതെ നെടുങ്കണ്ടം പ്രകാശ് ഗ്രാം റോഡ്. മഴ പെയ്താൽ ചെളിക്കുളം. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വീഡിയോ നിർമ്മിച്ച വളാഞ്ചേരിയിൽ ഒരു സ്കൂൾ. വെങ്ങാട് TRK സ്കൂളിൽ നിർമ്മിച്ചത് വാർത്താ അവതരണ റേഡിയോ. കോഴിക്കോട് കാരശ്ശേരിയിൽ തോട് കയ്യേറി നിർമ്മാണം. പഞ്ചായത്ത് ഭരണസമിതിയുടെ മൗനസമ്മതമെന്ന് പ്രതിപക്ഷം. വിശദമായി നോക്കാം വാർത്തകൾ. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാന കൂട്ടം ഷെഡ് തകർത്തു. മൌണ്ട് ഫോർട്ട് സ്കൂളിന് സമീപം രാജന്റെ ഷെഡാണ് ആനക്കൂട്ടം തകർത്തത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു ആക്രമണം. പെരിയാർ വനത്തിലേക്ക് ഇറക്കിവിട്ട അരിക്കൊമ്പനെ തിരഞ്ഞ് കാട്ടാനക്കൂട്ടങ്ങൾ ചിന്നക്കനാലിൽ. ഒറ്റ ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെ കാത്ത് ഇണയും കുട്ടിയാനയും ചിന്നക്കനാലിലെ റോഡിലൂടെ നടന്നത് നൊമ്പരക്കാഴ്ചയായി മാറി. കുട്ടികളുമൊത്ത് കൂട്ടമായി നിൽക്കുന്ന ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം വരെ അരിക്കൊമ്പനൊപ്പം ആയിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതൊന്നും ഈ കാട്ടാനക്കൂട്ടം അറിഞ്ഞിട്ടില്ല. ദൌത്യം നടന്നതിന് തൊട്ടടുത്തായി നിലയുറപ്പിച്ച ഇവർ ഒരുപക്ഷെ തിരയുന്നത് ഒരു ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെയായിരിക്കും. നമുക്ക് തന്നെ അന്നലെ ആ ഒരു സീനെല്ലാം കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആനകൾക്കത് അവരെ വിട്ടേച്ച് പോകാൻ പറ്റുമോ? ആ ഒരു സ്ഥിതിയാണ് ഇത്. കൂടുതൽ ഇത് ശല്യം പിന്നെ വീടുകളെ ആക്രമിക്കുന്നത് കൊണ്ടല്ലേ ഈ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള രീതിയിലൊരു സമരപരിപാടികൾ നടക്കും. ഇതിനെ പിടിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നതും മറ്റ് ആനകളോടെ നിൽപ്പുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ യൂക്കാലി പ്ലാന്റേഷനെല്ലാം വെട്ടിമാറ്റി ഇവിടെ കുറച്ച് ആനയ്ക്ക് തിന്നത്തക്ക രീതിയിലുള്ള തീറ്റകൾ വെച്ചു പിടിപ്പിച്ചാൽ ജനവാസ മേഖലയിലേക്ക് ഈ ആനയുടെ ശല്യമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അരിക്കൊമ്പൻ മലയിറങ്ങിയതോടെ 2 കൂട്ടമായി നടന്നിരുന്ന കാട്ടാനകൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നു. ചക്കക്കൊമ്പനും കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. ന്യൂസ് 18 ചിന്നക്കനാൽ. കോതമംഗലം വാടാട്ടുപാറ മീരാൻ സിറ്റിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ അടുക്കളയിൽ കൂറ്റൻ രാജവെമ്പാലയെ കണ്ടെത്തി. അടുക്കളയിൽ പാത്രങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന രാജവെമ്പാലയെ പ്രമുഖ പാമ്പുപിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കാലിയാണ് പിടികൂടിയത്. 16 അടിയോളം നീളമുള്ള പെൺ രാജവെമ്പാലയായിരുന്നു. പുനലൂരിൽ താലൂക്ക് ആശുപത്രി ജീവനക്കാരിക്ക് നേരെ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം. കാഷ്വാലിറ്റി ജീവനക്കാരി നീതുവിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വെട്ടിക്കവല കണ്ണങ്കോട് സ്വദേശിയാണ് ആക്രമണം നടത്തിയ ഭർത്താവ് വിപിൻ. നീതുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കവേ വിപിൻ ആസിഡ് ഒഴിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആക്രമണത്തിന് ശേഷം വിപിൻ ഓടി രക്ഷപ്പെട്ടു. മുഖത്ത് പൊള്ളലേറ്റ നീതുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എന്തോ ഒന്ന് വീശുന്ന കണ്ടു. പുള്ളിക്കാരൻ അതിലേ ഓടി. പിന്നെ ഇതിലേക്ക് ആളിന്റെ രൂപം എങ്ങനെ ഉണ്ട്? നല്ല സൈസ് അതിൽ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് കൈ വെച്ചിരുന്നത്. നല്ല രീതിയിൽ കഴിക്കുന്ന കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇപ്പോൾ പകൽപൂരം നടക്കുകയാണ്. ശക്തന്റെ മണ്ണിൽ കാണാം.
പകൽ വെടിക്കെട്ടാണ് പ്രേക്ഷകർ കണ്ടത്. തൃശൂർ പൂരം ഉപചാരം ചൊല്ലി പിരിഞ്ഞിരുന്നു. ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കമാണ് പൂരത്തിന്. തൃശൂർ പൂരത്തിന്റെ പകൽ വെടിക്കെട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഗംഭീരമായി ഇന്ന് പുലർച്ചെ നടന്ന തൃശൂർ പൂരം വെടിക്കെട്ട്. ആദ്യം തിരുവമ്പാടിയും പിന്നാലെ പാറമേക്കാവും ആകാശവിസ്മയമൊരുക്കി. പുലർച്ചെ 4:13 തിരുവമ്പാടി വിഭാഗമാണ് വെടിക്കെട്ടാവേശത്തിന് ആദ്യം തിരികൊളുത്തിയത്. മേളം പോലെ താളത്തിൽ ശബ്ദവിസ്മയവും ആകാശത്ത് വർണ്ണക്കാഴ്ചകളും നിറഞ്ഞു. നാല് 52 പാറമേക്കാവ് മറ്റൊരു വിസ്മയം ഒരുക്കി. പൂരനഗരിയിൽ മനം നിറയ്ക്കുന്ന ആകാശപൂരം. ഓലപ്പടക്കം, ഗുണ്ട്, ഡൈന, കുഴിമിന്നൽ, അമിട്ട്, പിന്നീട് കൂട്ടപ്പൊരിച്ചു. ഒപ്പം വർണ്ണക്കാഴ്ചകളും. പാറമേക്കാവിനായി പന്തലാങ്കോട് സതീഷും തിരുവമ്പാടിക്കായി മറ്റത്തൂർ PC വർഗീസുമാണ് വെടിക്കോപ്പുകൾ ഒരുക്കിയത്. വെടിക്കെട്ട് കാണാൻ 10,000 ഉറങ്ങാതെ കാത്തിരുന്നു. പൂരത്തിന് ഇന്ന് കൊടിയിറങ്ങി. ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 തൃശൂർ. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് സ്കൂൾ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. പത്തനാപുരം നടുക്കുന്ന് ലക്ഷ്മി ഭവനിൽ അനന്തുവാണ് പിടിയിലായത്. സ്കൂളിന് സമീപത്തെ വീട്ടിലെത്തിച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇന്നലെ രാവിലെ കുട്ടിയെ വീട്ടിൽ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനന്തു പിടിയിലായത്. മൊബൈൽ ഫോൺ വഴി കുട്ടിയുമായി സൌഹൃദം സ്ഥാപിച്ച പ്രതി കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഉപദ്രവിച്ച കേസിൽ 43-കാരൻ അറസ്റ്റിൽ. കാഞ്ചിയാർ കക്കാട്ടുകട മീനത്തേതിൽ അനിൽകുമാറിനെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായി ഉപദ്രവിക്കുന്നതായി പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. സുഹൃത്തിനെ കാണാനെന്ന വ്യാജേന ഇയാൾ നിരന്തരമായി പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തെത്തിയിരുന്നു. ഈ സമയത്താണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വർക്കല സബ് ഡിവിഷൻ പാസിംഗ് ഔട്ട് സംഘടിപ്പിച്ചു. കടക്കാവൂരിൽ നടന്ന പരേഡിൽ 7 സ്കൂളുകളിൽ നിന്നുമുള്ള 300 കുട്ടികൾ അണിനിരന്നു. മന്ത്രി ആന്റണി രാജു സല്യൂട്ട് സ്വീകരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, വർക്കല MLA വി ജോയ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. ഇപ്പോൾ പരേഡ് വീക്ഷിക്കുന്നു. പരേഡ് കമാൻഡർ ആഷ്ന. He held various positions like President of Kerala Congress Day, Thiruvananthapuram District Committee, Minister for Transport as our guest of honor. The dignitary of the priceless function inspects the parade. The veteran politician Sri Anthony Raju, Minister for Transport, represent വർക്കല സബ് ഡിവിഷന്റെ 7 സ്കൂളുകളിൽ പങ്കെടുക്കുന്ന 14 പ്ലറ്റൂണുകളാണ് ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡിനായി അണിനിരക്കുന്നത്. പരിശീലനത്തിന്റെ വിവിധ കാസർകോട് ജനറൽ ആശുപത്രി ലിഫ്റ്റ് കേടായ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട്. പ്രശ്നം പരിഹരിക്കുന്നതിൽ കാലതാമസമുണ്ടായെന്ന് ജില്ലാ സബ് ജഡ്ജി ബി കരുണാകരൻ സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയത്തിൽ കാലതാമസമെടുത്തു. രോഗികൾക്കായി പകരം സംവിധാനം ഒരുക്കാൻ സാധിച്ചില്ല എന്നിവയാണ് റിപ്പോർട്ടിലെ പരാമർശം. റിപ്പോർട്ട് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. കഴിഞ്ഞ ദിവസം ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരൻ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു.
ഈ മാസം 4-ാം തീയതിയാണ് ജനറൽ ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് പണിമുടക്കിയത്. റാമ്പില്ലാത്തതിനാൽ രോഗികളെ ചുമന്നാണ് ഇപ്പോൾ വിവിധ നിലകളിൽ എത്തിക്കുന്നത്. ചുമട്ട് തൊഴിലാളികളാണ് പലപ്പോഴും രോഗികളെ ചുമന്ന് താഴെ എത്തിക്കുന്നത്. ലിഫ്റ്റ് ശരിയാകുന്നതുവരെ കിടപ്പ് രോഗികളെ വിവിധ നിലകളിലെത്തിക്കാൻ 2 താൽക്കാലിക ജീവനക്കാരെ ആശുപത്രി അധികൃതർ നിയമിച്ചിട്ടുണ്ട്. മാധ്യമ വാർത്തയെ തുടർന്നാണ് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടത്. ഇതിനിടെ ലിഫ്റ്റ് കേടായത് അറിയിക്കാത്തതിലും അത് നന്നാക്കാത്തതിലും വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ലിഫ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കാനും അതിൻ്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കുന്നതിനും വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ലിഫ്റ്റ് എന്ന് പ്രവർത്തന സജ്ജമാകുമെന്ന് പറയാൻ അധികൃതർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ന്യൂസ് 18 കാസർഗോഡ്. 12 വർഷമായി അറ്റകുറ്റപ്പണി നടത്താത്ത ഒരു റോഡുണ്ട് ഇടുക്കി നെടുങ്കണ്ടത്ത്. ഈ റോഡിലൂടെ മഴക്കാലത്ത് ചെളി നിറഞ്ഞും അല്ലാത്തപ്പോൾ പൂഴിയും മണ്ണും നിറഞ്ഞ യാത്ര തീർത്തും ദുഷ്കരമാണ്. ആശുപത്രിയിലേക്കാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ഈ വഴിയിലൂടെ വരാൻ ടാക്സിക്കാരും ഓട്ടോക്കാരും മടിക്കുന്ന സ്ഥിതിയാണുള്ളത്. കല്ലും പൂഴിമണ്ണും നിറഞ്ഞ പാത. മഴക്കാലമാകുമ്പോൾ ചെളി നിറയും. ഇടുക്കി നെടുങ്കണ്ടം പ്രകാശ് ഗ്രാം നിവാസികൾ പുറം ലോകത്തെത്താൻ ആശ്രയിക്കുന്ന പാതയുടെ അവസ്ഥയാണിത്. ചോറ്റുപാറ പ്രകാശ് ഗ്രാം റോഡിലെ 3.5 കിലോമീറ്റർ ഭാഗമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുൻപാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി അവസാനമായി നടത്തിയത്. പിന്നീട് റോഡ് തകർന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിലിരുന്ന് സ്കൂളിലേക്കും അതുപോലെ മിൽമ പാല് കൊണ്ടുപോകുന്ന വണ്ടികൾ, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ, ഏതാണ്ട് LKG UKG നഴ്സറി പഠിക്കുന്ന കുട്ടികൾ വരെ ഇവിടെ ഇതിലെ യാത്ര ചെയ്യുന്നതാണ്. സ്കൂട്ടിയിലൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മറിഞ്ഞു വീഴുകയും അതുപോലെ യാത്രക്കാർ ഇവിടെ മറിഞ്ഞു വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്യാറുണ്ട്. ഈ റോഡ് ഇപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ തകർന്നു കിടക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരു പാലം, അതിന്റെ നടുവിൽ ഇങ്ങനെ ഒരു കുഴി രൂപപ്പെട്ടിട്ട് ഏകദേശം 2-3 വർഷമായി. അവിടെ ഒരു കമ്പെടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതുവരെ അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഒരു ഭാഗത്തോട്ട്. റോഡിലെ കലുങ്കും ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. കലുങ്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര പൂർണ്ണമായും ദുഷ്കരമായി. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. സ്കൂൾ ബസ്സുകൾ ഇവിടേക്ക് എത്താറില്ല. അടിയന്തര ആവശ്യങ്ങൾക്കായി പോലും വാഹനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാത ഉടൻ നവീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇന്ന് ലോകമെങ്ങും ചർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മലപ്പുറത്തും നടന്നു ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരീക്ഷണം. വളാഞ്ചേരി വെങ്ങാട് TRK UP സ്കൂളിലാണ് കലാപരിശീലന ക്യാമ്പിന് മുന്നോടിയായി IAയിലൂടെ വാർത്ത വായിക്കുന്ന വീഡിയോ പുറത്തിറക്കിയത്. സ്പീക്ക് മാക്കയുടെ നേതൃത്വത്തിൽ മെയ് ആദ്യവാരം ആരംഭിക്കുന്ന കലാപരിശീലന ക്യാമ്പിന്റെ മുന്നോടിയായാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചത്. വെങ്ങാട് TRK UP സ്കൂളിലെ തന്നെ അധ്യാപികയുടെ ശബ്ദത്തിൽ AI വാർത്താ അവതാരിക ക്യാമ്പിന്റെ വിവരങ്ങൾ കുട്ടികളിലെത്തിക്കുകയായിരുന്നു. കുട്ടികൾക്ക് വളരെ പരിചിതമായ അവരുടെ അധ്യാപികയുടെ ശബ്ദം നമ്മൾ കൃത്രിമമായി ഡിജിറ്റലി നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു അവതാരകയുടെ മുഖത്തു നിന്നും കേൾക്കുമ്പോൾ കുട്ടികളിൽ സ്വാഭാവികമായിട്ടും ഒരു കൗതുകം ഉണ്ടാകും. അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്ന് അന്വേഷിക്കാനുള്ള ഒരു ജിജ്ഞാസയും ഉണ്ടാകും. ഈ ജിജ്ഞാസയിലൂടെ വേണം കുട്ടികളെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. AI നൂതന സാങ്കേതിക വിദ്യയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരാശയം അധികൃതർ മുന്നോട്ട് വെച്ചത്. ഹിന്ദുസ്ഥാനി സംഗീതം, കഥക്, കുച്ചിപ്പുടി തുടങ്ങി നിരവധി കലാരൂപങ്ങളിലാണ് പരിശീലനം. മെയ് 3 മുതൽ 8 വരെ നടക്കുന്ന ക്യാമ്പിൽ 250-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ന്യൂസ് 18 വളാഞ്ചേരി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. UDFും കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് UDF യോഗം തന്നെ തീരുമാനിച്ച കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അത് VD സതീശൻ തന്നെയാണ്. ഞങ്ങളൊരു കാര്യം, ആ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കും. കേരളത്തിലെ കോൺഗ്രസ് UDF ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ അഴിമതി ഗവൺമെന്റിനെ തുറന്നു കാട്ടും. ഈ അഴിമതിക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവരും. പിണറായി വിജയൻ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഓരോന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി.
കോടികൾ അടിച്ചു മാറ്റുകയാണ്. അതുകൊണ്ട് അത് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാത്ത ഐക്യവും യോജിപ്പും ഇന്ന് കോൺഗ്രസിലും UDF-ലുമുണ്ട്. ഐക്യത്തോടെ ഞങ്ങൾ നേരിടും. ഈ സർക്കാരിന്റെ കൊള്ളകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കോടതി എന്തിനാണ് സമീപിക്കുന്നത് അത് ഞാൻ നിങ്ങളോട് പറയാം വിശദമായി. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. സ്പ്ലിങ്കർ അഴിമതി കേസ്, വെള്ളപ്പൊക്കത്തിന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുത്തിട്ടും ഞാൻ കൊടുത്ത വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട കേസ് അത് അടയിരുന്നു. ഞാൻ കൊടുത്ത ബെപ്കോ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അതിലടയിരുന്നു. എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അതുകൊണ്ട് കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. ഞാൻ കൊടുത്ത സ്പ്ലിങ്കർ അഴിമതി കേസ് ഇപ്പോഴും അതോടൊപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച ഈ കേസുകളൊക്കെ ഹൈക്കോടതി കിടക്കുകയാണ്. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ കടലാസ് കമ്പനികളുടെയും മാനേജരെ പോലെയാണ് സംസാരിക്കുന്നത്. ഈ കടലാസ് കമ്പനികളെ ന്യായീകരിക്കുന്ന വഴി ഈ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമാവുകയാണ്. ആരാണ് ഇവിടെ പുകമറയുണ്ടാക്കുന്നത്? ഇവിടെ പുകമറയുണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ്. AI ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ അഴിമതി രേഖകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല. ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ്. 232 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നൽകാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. തിരികെ നാട്ടുവർത്തമാനത്തിലേക്ക്. വയനാട് കാരാപ്പുഴ ഡാം സൈറ്റിന് തൊട്ടടുത്തുള്ള വെള്ളടക്കുന്നിലെ പബ്ലിക് അക്വേറിയം സഞ്ചാരികൾക്ക് കൌതുക കാഴ്ചയാവുകയാണ്. മുതിർന്നവർക്ക് 20 രൂപയും 5 വയസ്സ് മുതൽ 12 വയസ്സുവരെയുള്ളവർക്ക് 10 രൂപയുമാണ് ഫീസ്. ഇവിടെ എത്തിയാൽ അപൂർവ മത്സ്യശേഖരത്തിന്റെ ഭംഗിയും ആസ്വദിക്കാം. ചുരത്തിനു മുകളിൽ കാരാപ്പുഴ ഡാം സൈറ്റിലെ വിനോദസഞ്ചാര പാർക്കിന് തൊട്ടടുത്താണ് അലങ്കാര മത്സ്യങ്ങളുടെ വലിയ ശേഖരമുള്ളത്. വ്യത്യസ്ത ഇനം മത്സ്യങ്ങളുടെ പ്രദർശനം കുട്ടികൾക്കും മുതിർന്നവർക്കും കൗതുക കാഴ്ചയാണ്. അലങ്കാര നാടൻ വിഭാഗങ്ങളിൽപ്പെടുന്ന മത്സ്യങ്ങളെയാണ് അക്വേറിയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇറക്കുമതി ചെയ്ത പല മീനുകളും ഇവിടെയുണ്ട്. മത്സ്യങ്ങളെ വർണ്ണ മത്സ്യങ്ങളെ നിങ്ങൾക്ക് കാണാനാവും. മെയിനായിട്ട് ഏഞ്ചൽ ഫിഷ്, കോയിക്കാർപ്പ്, അനാബസ്, മോളി, ടെട്രാസ് തുടങ്ങിയ മത്സ്യങ്ങളെയാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. കൂടാതെ ഫ്രഷ് വാട്ടർ ഷാർക്ക്, പാക്കു തുടങ്ങിയ മത്സ്യങ്ങളും ഇൻഡിജിനസ് ഫിഷസ് ഉണ്ട് കുറേ. അതുപോലെ തന്നെ മിസ് കേരള തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിഷസിനെ ഇവിടെ സന്ദർശിക്കുന്നവർക്ക് കാണാനായിട്ട് 28 ഗ്ലാസ് ടാങ്കുകളായിട്ട് അതിമനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ. മത്സ്യവകുപ്പിന് കീഴിലാണ് പബ്ലിക് അക്വേറിയം പ്രവർത്തിക്കുന്നത്. 28 ടാങ്കുകളിലായി മീനുകളുടെ വലിയ ശേഖരത്തിന് പുറമെ അക്വേറിയത്തിൽ ആമയെയും കാണാം. കാരാപ്പുഴ ഡാമിന്റെ മൊത്തത്തിലുള്ള വിദൂര കാഴ്ചയും ഇവിടെ നിന്നാൽ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം. അവധി ദിവസങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി സഞ്ചാരികൾ അക്വേറിയം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പാലക്കാട് കേരളശ്ശേരിയിൽ വീട്ടിൽ പൊട്ടിത്തെറി. ഏച്ചിക്കാവിൽ രാവിലെ 11 മണിയോടെയാണ് സംഭവം. വീട്ടിൽ പടക്കം നിർമ്മിക്കാനുള്ള കൂടുകൾ സൂക്ഷിച്ചിരുന്നതായിട്ടുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഉച്ചത്തിലുള്ളൊരു സ്ഫോടനം അവിടെ കേരളശ്ശേരി കിഴക്കുമുറിയിൽ നടക്കുകയുണ്ടായി.
അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് അറിവുണ്ടായിരുന്നില്ല. ആളുകൾ കൂട്ടത്തോടെ ഓടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പിന്നീടാണ് മനസ്സിലായത് ഇവിടെ നമ്മുടെ സമീപത്തുള്ള എക്കിക്കാവിലെ അബ്ദുൾ റസാഖിൻ്റെ വീട്ടിലാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഓടിയ അടുത്തെത്തുമ്പോൾ ആദ്യമായിട്ടുള്ളൊരു നിഗമനം ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടാണ് അപകടം ഉണ്ടായെന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലാണ് അവിടെ പടക്കം സൂക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പൊട്ടിത്തെറി നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ അതിനകത്ത് അപകടം നടക്കുമ്പോൾ ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. എന്തായാലും വീട്ടിലുള്ള അബ്ദുൾ റസാഖ് നാളെ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് കൺഫേം ചെയ്യാനും ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമാണ് നമുക്ക് അദ്ദേഹം തന്നെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അവരുടെ ഭാര്യ സുരക്ഷിതമായിട്ടുള്ള ആ കേന്ദ്രത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇതാണ് സംഭവിച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. പ്രസാദ്, ഒരു വീട്ടിൽ ഇപ്പോൾ സ്ഫോടനം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീട്ടിൽ തന്നെ ഈ പടക്കം നിർമ്മിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്നാണോ സ്ഫോടനത്തിലേക്ക് വഴിവെച്ചത്? വലിയ സ്ഫോടനമാണോ ഉണ്ടായത്? എന്താണ് വിശദാംശങ്ങൾ? നമുക്ക് ലഭിക്കുന്നത് ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അബ്ദുൾ റസാഖ് യക്കിക്കാവ് സ്വദേശി അബ്ദുൾ റസാഖിന്റെ വീട്ടിലാണ് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. അതിൽ ഈ അബ്ദുൾ റസാഖിന് പടക്ക വ്യാപാരം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ പടക്കം നിർമ്മിക്കുന്നതിനോ ഒന്നും തന്നെയുള്ള ലൈസൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇയാൾ ഈ കച്ചവടത്തിന്റെ പേരിൽ ഈ വീട്ടിൽ വെച്ച് പടക്കം നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അങ്ങനെ പടക്കം പൊട്ടിയാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. അതോടൊപ്പം അബ്ദുൾ റസാഖിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഗുരുതരമായ പരിക്ക് പറ്റി എന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ പ്രദേശത്തുള്ള ആളുകളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. പോലീസ് ഇപ്പോൾ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അബ്ദുൾ റസാഖും സഹോദരൻ ഷുക്കൂറും ആണ് ഇത്തരത്തിൽ പടക്ക വ്യാപാരം നടത്തിയിരുന്നത്. മറ്റു വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നതേ ഉള്ളൂ. പ്രസാദ്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീട്ടുടമസ്ഥന് തന്നെയാണ് ഇപ്പോൾ പരിക്ക് പറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് സ്വാഭാവികമായും മറ്റാരെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ? അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് നമുക്ക് വരുന്ന വിവരം. പോലീസ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരുന്നു. അബ്ദുൾ റസാഖിന് അതീവ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം അബ്ദുൾ റസാഖിനോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ അബ്ദുൾ റസാഖിന്റെ ഭാര്യ ആ സമയത്ത് വീടിന് പുറത്തായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഈ സ്ഫോടനം കേട്ടതാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ ഓടിയെത്തുന്നത്. അപ്പോഴേക്കും സ്ഫോടനം നടന്നു കഴിഞ്ഞിരുന്നു. അബ്ദുൾ റസാഖിന്റെ അതീവ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം പുറത്ത് നേരത്തെ നമ്മൾ ആ പ്രദേശവാസിയായ അയൽവാസിയായി പറഞ്ഞതുപോലെ പുറത്ത് ചില ഈ മാംസ കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വളർത്തുമൃഗത്തിന്റേതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നമുക്ക് ഇക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിക്കാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. എന്തായാലും അബ്ദുൾ റസാഖിന് അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായും എന്താണ് സംഭവിച്ചതെന്ന് വരും മണിക്കൂറിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മൂന്നാറിൽ കടുവ ഇറങ്ങി. കല്ലാർ എസ്റ്റേറ്റ് മേഖലയിലാണ് റോഡിൽ കടുവയെ കണ്ടത്. മുൻപും മേഖലയിൽ കടുവയെ കണ്ടിട്ടുണ്ട്. രാവിലെ 10 മണിയോടെ വാഹനയാത്രികരാണ് കടുവയെ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. നമുക്കൊപ്പം പ്രിൻസ്, മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു കടുവയെ കണ്ടത്? വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് കല്ലാർ എസ്റ്റേറ്റിന് സമീപം തീരത്തോട് റോഡിൽ ഈ കടുവയെ കണ്ടത്. വാഹനയാത്രക്കാരും കല്ലാറിൽ നിന്നും മൂന്നാറിലേക്ക് പോയ സംഘത്തിരിക്കുന്ന വാഹനത്തിന് മുൻപിലാണ് ഈ കടുവ വന്നിരിക്കുന്നത്. റോഡ് മുറിച്ചു കടന്ന് തീരത്തോട്ടിലേക്ക് പോവുകയായിരുന്നു. മുൻപും മേഖലയിൽ നിരവധി ദിവസങ്ങൾ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മൂന്നാറിലെ നെയ്മക്കാലിൽ കടലാറിലുമൊക്കെ സ്ഥിരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും വളർത്തുമൃഗത്തിന് നേരെ കടുവയുടെ ആക്രമണം പതിവായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ ജനകീയ പ്രതിഷേധം നോക്കിയെങ്കിലും ഈ കടുവയെ പിന്നീട് കെനിയയിലേക്ക് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ പിന്നീട് ഈ കടുവ പെരിയാർ വലിയ കടുവാ സംഘത്തിൽ എത്തിയെങ്കിലും പിന്നീട് ചത്ത നിലയിൽ കാണപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. എന്തായാലും നിലവിൽ ഈ പതിവായി എത്തി കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. കല്ലാർ എസ്റ്റേറ്റ് നേമക്കാട് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഈ മുൻകാലങ്ങളിലൊക്കെ കടുവകളെ കണ്ടെത്തിയിട്ടുള്ളത്. വന്യമൃഗങ്ങൾ ഈ വളർത്തുമൃഗങ്ങൾ, അതായത് തൊഴിലാളികൾ വളർത്തുന്ന കന്നുകാലികൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിൽ ഈ കടുവയെ പിടിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണം എന്നത് കൂടിയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഭവ്യ, ശരി, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇതോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
7+ crore viewers in അദ്ദേഹത്തിന് ഒന്നും മറക്കാനില്ലെങ്കിൽ UDF ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല? കെൽട്രോൺ പുറത്തുവിട്ട രേഖ ഞാനും പ്രതിപക്ഷ നേതാവും പുറത്തുവിട്ട രേഖകൾ തന്നെയാണ്. അതിൽ കൂടുതൽ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. ഉപകരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കടലാസ് കമ്പനികളെ പറ്റി പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറയണം, ആരാണ് പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ? രാംജിത്ത് ആരാണ്? അദ്ദേഹമാണോ യഥാർത്ഥ ഉടമ? പ്രയോസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള സ്വാധീനം എന്താണ്? ഇങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതികളിലൊന്നാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ടത്. ഗവൺമെന്റാണ് ജനങ്ങളെ കളിപ്പിക്കുന്നത്. ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കാൻ. അത് UDFും കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് UDF യോഗം തന്നെ തീരുമാനിച്ച കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അത് VD സതീശൻ തന്നെയാണ്. ഞങ്ങളൊരു കാര്യം, അത് ആ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കും. കേരളത്തിലെ കോൺഗ്രസ് UDF ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ അഴിമതി ഗവൺമെന്റിനെ തുറന്നു കാട്ടും. ഈ അഴിമതിക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവരും. പിണറായി വിജയൻ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഓരോന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കോടികൾ അടിച്ചു മാറ്റുകയാണ്. അതുകൊണ്ട് അത് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു കാലത്തും കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാത്ത ഐക്യവും യോജിപ്പും ഇന്ന് കോൺഗ്രസിലും UDFിലുമുണ്ട്. ഐക്യത്തോടെ ഞങ്ങൾ നേരിടും. ഈ സർക്കാരിന്റെ കൊള്ളകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കോടതി എന്തിനാണ് സമീപിക്കുന്നത്? അത് ഞാൻ നിങ്ങളോട് പറയാം വിശദമായി. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. സ്പ്ലിങ്കർ അഴിമതി കേസ്, വെള്ളപ്പൊക്കത്തിന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുത്തിട്ടും ഞാൻ കൊടുത്ത വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട കേസ് അത് അടയിരുന്നു. ഞാൻ കൊടുത്ത ബെപ്കോ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അതിലടയിരുന്നു. എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അതുകൊണ്ട് കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. ഞാൻ കൊടുത്ത സ്പ്ലിങ്കർ അഴിമതി കേസ് ഇപ്പോഴും അതോടൊപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച ഈ കേസുകളൊക്കെ ഹൈക്കോടതി കിടക്കുകയാണ്. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ കടലാസ് കമ്പനികളുടെയും മാനേജരെ പോലെയാണ് സംസാരിക്കുന്നത്. ഈ കടലാസ് കമ്പനികളെ ന്യായീകരിക്കുന്ന വഴി ഈ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമാവുകയാണ്. ആരാണ് ഇവിടെ പുകമറയുണ്ടാക്കുന്നത്? ഇവിടെ പുകമറയുണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ്. AI ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ അഴിമതി രേഖകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല. ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ്. 232 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നൽകാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഒന്നും മറക്കാനില്ലെങ്കിൽ UDF ആവശ്യപ്പെട്ടപ്പോൾ The Kerala story releases next week, but its trailer has created quite a controversy. The trailer gives us a glimpse
into what could be a very disturbing and at the same time thought-provoking cinema. And the producer is joining us live. Vipul Shah, really appreciate your time. And Ada Sharma is actually playing the lead role. She is the woman who she is the converted Muslim woman, Fatima Ba. Fatima Ba, Assalamu alaikum. Pehle mujhe apne bare mein bataiye. How was your experience before I bring in Vipul? I'm Shalini Unnikrishnan here, firstly. So Fatima Ba will be for the film when people go to watch it on 5th May. Well, my experience was, I think I'm really fortunate I got to be part of this story and help bring awareness to so many girls out there. So I think, yeah. Vipul Shah, we have seen recently the entire controversy and the interest that has been there around Kashmir files. Do you see the Kerala story have the similar impact because this is a story which must be told? I think controversy is not the right word, I would say, because there is no controversy. Some people are questioning some of the facts that we have shown in the film. And I think fair enough, everybody has got the right to question. Since it's a film which is about true story, since it's a film about so many victims, it's a film which is a very, very sensitive subject and a very important subject in our country. We are running a hashtag called Save Our Daughters. So obviously some people will find it, some of the facts they may feel that they need to get right answers. And I think that's perfectly fair and all right. As long as they are able to reason with us and we are able to reason with them. We can agree to disagree in our country and we can still make a film. So I'm seeing a lot of chatter on the social media, but I think those are questions and those questions are answered in the film. So I don't see any controversies per se. If somebody wants to take a political line on it, well, that's anyway beyond everybody's control, isn't it? Vipul, there's a lot of criticism that has come from Muslim bodies in particular. They are all up in arms against this film. In fact, the Kerala government has also filed an FIR when the first trailer was released sometime last year. Now, are you sensing that it's when you tell a story which is so deeply polarizing, were you prepared for a reaction of this nature? Yeah, I looked at it like this, that in Hindu society, Sati Pratha was a bad thing to do, right? So we as Hindus stopped it. So I believe if something wrong is going on in a particular part of the country or in a particular part of a society, I think it's incumbent on those people to correct it. That's my belief. That's my faith in everybody in this country. So when I made the film, I just wanted to bring awareness. I wanted to bring this very, very disturbing fact to the light. And actually, I'm really hoping that the right thing will be done when film is released and people will take action against those perpetrators. And that would be the right thing to do. And I think it's a duty of everybody to really go out there and stop this menace from happening. So when we were starting the film, yes, we had anticipated some amount of reaction because, somehow we don't want to face the facts. We want to somehow avoid dealing with them. And the easiest way is to discredit the film. It's easiest way to say, oh, it's a propaganda film, it's this, it's that, and rubbish it. But that segment is not going to be successful. When people will see the film, they will realize that what we are saying is really, really heartbreaking. And we need to save our daughters from this menace. And I'm sure a lot of people are going to come forward and take action against what's going on. You've been taking to Twitter and other platforms, social media platforms, to share your views about your character and how the journey of this film has been in general. There is a number that has been talked about in the context of this film. You have claimed that more than 32,000, that is the claim that is coming from you, that more than 32,000 women
were trafficked to fight for ISIS or have become victims of what has been an organized conversion. That data is being questioned. So I will say something here. So the data, I have my truth and I have all the documents to show that where we have arrived is how we have arrived to this number. And there will be people who will always question, because that's the easiest way of discrediting a film, right? It's the easiest way of discrediting somebody because you get lost into the debate of numbers. The real issue here is that are we going to get lost into the number game, or we are going to do something about this big issue, which is a big problem. I'll tell you a simple thing. The Chief Minister of Kerala, Mr. Achyutanandan, has in press conference announced that Kerala will turn into an Islamic state in 20 years' time. This particular clip that I'm talking about is available on YouTube, right? Mr. Oman Chandi on the floor of assembly has made statement about the number of conversions. No, but at that time, because I knew you would be talking about it, that statement that was made by the then Kerala Chief Minister, Vipul, was in 2012. He told the assembly that 2,667 young women had converted to Islam between 2006 and 2012. Of these, 2,195 were Hindu girls and 492 were Christian girls. But the larger question is that this is still in thousands. You are talking about running in tens of thousands. Yeah, so if you have to look at it from that angle, it's not 2,600. There is another article done by India Today where India Today, or maybe I'm getting the name wrong, but there is some news article which I can very happily show you, which talks about Mr. Oman Chandi talking about 7,800 girls, right? So if you extrapolate that number into 20 years, because he's talking about his term of 5 years, if you extrapolate that number into 20 years, official number will come to around 30,000, and unofficial number, people who don't file complaints that are not taken, huge. So just to say, to get these numbers verified, we filed an RTI. And we filed an RTI with the government of Kerala. And we got an answer to go and look for this particular speech of Mr. Oman Chandi on a particular website. I'm talking about just 3 months back. That website doesn't exist. So it was a RTI reply and that website doesn't exist. So now rest of it all is up to everybody's imagination. But apart from this, two chief ministers speaking about it, just imagine a situation, chalo, even if I take that argument that the number is not, say, 32,000, and if it is, the number is, say, 30,000, 28,000, 5,000, is it not a huge number? If you come to know a CM has declared on the floor of the house, and another CM is saying that we're going to turn into Islamic State, is it not a big number for somebody to take some action? That's why I'm saying that we get lost into the numbers. Okay. It's easy to discredit. So even if I go by saying, okay, our numbers are totally baseless, but let's assume the numbers that are put on the floor of the house, those numbers are correct. Are they not serious numbers? Are those many lives not important? So that is the real issue here, that we are getting lost in this unnecessary. So let's talk about the larger concern here of love jihad conspiracy, which has been shown. I would actually like to say something about the number. I actually find it really scary as a girl to hear numbers being thrown around like that and human lives being discussed as an arithmetic, like it's just a statistic, right? You talk, like people talk about numbers like, oh, there are just 2,000 girls who were raped, or there were, okay, no, 2,700. Oh, there were 31,798 girls who were raped, not 32,000. I find it really terrifying as a girl that numbers of girls being raped, murdered, impregnated, trafficked, human trafficked, send us suicide bombers. We are human beings talking about other human beings. And I've realized that every time we talk about numbers as a statistic, when it's not someone of our own, if it's our own mother, our own sister, I don't think then even one number matters a lot. Then if you say there are, it's like COVID.
when there were 20,000 cases or 2,000 cases. I agree with you, Ada. That One person great in your degree of house, sensitivity yeah, that will be attached when you realize that they could be one of your own. if one of your aunt has COVID and she's on a ventilator, then you don't care. The cases have dropped by 200 also today. It doesn't matter, but your aunt is on a ventilator. One person, one case. But now it's somebody else. So you're saying at 2,000, 30,000, you can talk about it loosely like a number statistic. It's just scary that human lives have become just a statistic. So tell me about your own research, because if we were to look at 3-4 facts that have been shown in this trailer, it talks about the love jihad conspiracy, then it talks about the issue of religious conversion, then the entire focus is on connection between Kerala and ISIS that has been shown, and also about radicalization. When you were shooting for this film, did you sense that there is that shift that is visible of Islamization of Kerala? We actually met some girls also, and I went through they have done, Vipul and Sudipto sir have done extensive research on this. And when we went through it, it's scary. It's like you actually see the horror, and we met those victims as well. We met the girls. So yeah, I think, I don't know. I can't even explain it in words. I don't know if you can explain someone's experience like this in words. I hope the film does justice to it, because again, it's a visual representation in 2 hours. But to put it in words in a few sentences, I don't know how to do it without just selling it short and, just sounding frivolous. I don't know how to put it in words. So just on Yes. that, I want to add something here that, when we met so many girls and we took their testimonies on videos and stuff like that. So when we started writing, every scene that you see in the film, if that's not happened to Shalini, it's definitely happened to somebody else. And that's why we are saying that based on many true stories, because every scene that is shown in the film has happened to somebody. And that is why this tragedy is so big. And that is why it's such an important subject for everybody to see and feel their pain. Yes, because it's so disturbing perhaps, and when truth stares at us, the manner in which this film is showing, it's about life stories. And as Ada was pointing out, that these are real life testimonies that you had, which is being depicted by these girls in this film. These terms, Vipul, love jihad, narcotics jihad, in the context of Kerala has been spoken about in the past. I want to understand from you, what made you do a film of this nature? Honestly, I feel when we give such names, love jihad or narcotics jihad, we are not doing justice to the pain of those girls. So for me, it's a human tragedy. For me, when I read the material, when I met those girls, and when I went through everything, I was so shaken. I was so shaken that this actually is happening in our country, and most of us are not even aware of it. And I felt bad that I'm not even aware of something so huge happening in one part of our country. And look, it's not about the Kerala as a state. It's a heaven on earth. It's such a beautiful place. So it's not about Kerala. But this is happening in Kerala. So you can't just say that just because I have named the film Kerala Story, I'm blaming the entire Kerala. But it also, just because it's happening in Kerala, I should not call it the Kerala Story, was one of the arguments, which I think I feel that it's such a massive human tragedy. We should not name it anything else except human tragedy. Love jihad makes it trivial. People start saying, oh, it's a political term, so you are now trying to make a political use of a human tragedy. So that's not the right way to describe these girls' plight. That's actually quite beautifully put there. And coming to you, when you were interacting with those girls, they would have shared those chilling details of what their experiences have been. Have you managed to communicate that with all sincerity in the roles that you have played? And the role of other 3 girls, how was it like? Where did you all shoot? What was the preparations like?
How we've done it, I think I'd leave that to you and the audience when you watch the film. You watch it and you tell me what you thought of it. I would be wrong to judge how I thought I did it. I tried my best to do all the justice I could. When we met them, I even read some material that she had written, and I read it. I read it time and again. I read it again and again and again, sometimes just to see. And I was like, these are the same things that we've done. This is the exact same thing we've shown in the film. That exact same thing this girl has gone through in real life. It's just that when I'm playing a character on screen, I can, even if it's a tough scene, even if we've cried our eyes out, and I can still come home, have a shower in my own house, sleep in my bed comfortably, safely, know that I won't be, I can wake up next morning and go to shoot for a film, which is, not real life. I can't even imagine what someone must have gone through when she's actually going through this in real life. But I hope you think we've done justice to it when you watch it. And the other girls as well, all of us. Yeah, I hope you like all of us. So all four of you, how was it? Was it joint research and effort that went into it? I really enjoy shooting with women. And I think this movie is all about women empowerment and girl power. I think it'll also empower a lot of girls. I was getting messages on social media saying that, you've done this brave thing. Now even I have the guts to do this, this and this, and I'm going to come out and say my story and stuff like that. So I hope this movie will empower a lot of girls, and it'll, for me, it's a female empowerment story. And for people who say, we don't feel bad, these girls have made these mistakes, their fault. I think even if you don't feel bad, maybe there's something to learn. Sometimes you learn from other people's mistakes. You'd watch this movie, and I hope we can influence the minds of even few girls to think twice before making a mistake like that. Whatever religion and whoever you are, from wherever you are, if you're a girl who's falling in love with somebody, maybe think twice before. Just saying, Just don't fall in love. Think about falling in love. Think about what you're doing. I strongly feel that please fall in love. Love is a beautiful thing, and every person must experience it. But Vipul sir, you have to think 2 times before that. I think you just need to be careful, because you don't know if the other person is in genuine love or he is trying to trap you. You just need to ensure that. That's all. Otherwise, love is a beautiful thing. Otherwise, if we start scaring people from falling in love, then the message is wrong. And that's just caution. Caution, yes. But then I think caution, even today's time, is, in your marriage, in your friendship, everywhere, you need to be slightly cautious. So, how about the idea of faith? We are talking about faith here, and faith is a very personal space. But when faith becomes a subject of discussion that we are seeing, the manner in which it has become, many would say the criticism of this film is primarily because it is about faith. It's about that religious belief or a system that you are challenging. See, I think we have just made a film which is a true story of 3 girls who suffered so much in their life. And if the perpetrators were from a certain faith, what am I supposed to do? Am I supposed to sugarcoat it and say, I won't talk about what faith they belong to? Then I would be doing injustice to those girls. And again, we are talking about a particular faith. We should be talking about the victims. We should be talking about them. And if the perpetrators believed in a certain faith, they will be named. And I think anybody who does anything in the garb of a faith has to be exposed and has to be punished. There is no, a faith cannot be a refuge. It cannot be the reason for you to, not be exposed. Rather, that should be the reason why you should be exposed, not just by us, by everybody from their faith itself, and put them behind bars, punish them, and show that your faith is wonderful. Do you think there is a need, this is a question to both of you, for a larger debate on religious conversion? Because that's a truth, it's a reality, but in many ways, because it's such a political hot button, it is touched upon only at particular times, and otherwise you realize, don't touch it, don't talk about it, but it exists. See, I won't be able to, in a way, understand why a certain political behavior would happen, but I feel
in a country like us where we have so many faiths living together, a certain amount of debate and certain amount of awareness would only go to, reduce the tensions that emerge after such things come to light. After this film, there will be a certain amount of discussion for sure. And I feel if there is a certain larger debate and certain things are changed or certain things are somehow put in practice, it would only build more faith between everybody and we can live better life together. That's the point. So I think, yes, a larger discussion should happen. But in this case, at least I feel that before that discussion, all these people who are involved in this manipulative conversion should be put behind bars and they should be punished severely without doubt. Is this a work of fiction? Is it a documentary? How would you describe it yourself? I think it's a true documentation of true lives in a very cinematic way, which is going to move you, which is going to shake you, and which is going to make you part of their lives. But at the same time, it will be it's going to be a terrific cinematic experience. And Ada, is this the new Indian cinema, which is turning out to be hard-hitting, realistic, and is not shying away from showing the mirror, even though it may be very, very disturbing? I think that's how cinema should be, right? Cinema is the freedom of expression. So whether it's real and hard-hitting, whether it's fun and frivolous, whether it's song and dance, whether it's fictional or whether it's reality and it's true fact-based, everyone's expression should be allowed equally. So if that person has the right to say it, this person should have equal right to say it. And then it's up to the audience what they want to watch and all. No? We live in a free country, and I'm so glad we have freedom of thought now after doing a film about women who are not even allowed to have freedom of thought. I appreciate that we all have that here, and I think we should respect everyone's freedom of thought. Let everyone make a lot of films and let films flourish. And, people during because I was preparing for this interview and I was going through multiple Supreme Court judgments, we had seen what had happened in the case of Hadia. I'm sure you would have also come across it while researching for this film. And there has been a lot of debate around the term itself. The Supreme Court had also talked about in the Lily Thomas versus Union of India case with regards to religious conversion and marriages. Why is it that it remains so clouded in confusion? The reason for that is because part of it is coming from the girl's perspective. She's in love, and by the time she realizes, when this case comes to light, at that point of time the girl is too much in love, so she is not ready to understand or accept that there is something that has been done to her which is not correct. So the case happens and the judgment comes out maybe sometime later. Not in every case, I must say, but in some cases they realized that they were trapped. By then it's too late because the judgment has come. So because it's dealing with human emotion, and most importantly, the girl who is in deep love with that guy, it depends on her testimony. So that is why it's always going to be a gray area. And that's why it requires a very, very, very nuanced and very detailed discussion. The trailer, Ada, is also talking about this entire hijab debate that has happened only recently. It has also talked about certain Muslim clerics who have been shown instructing some boys to trap girls from the majority community and from the Christian community in the name of love, and then converting for religion. Did you listen to similar testimonies while you were preparing yourself to play the role? Yes, I did. And again, now we're not generalizing that every person who says wear a hijab. I just think it's a personal choice. And if you're not being drugged or if you're not being molested and then convinced that if you are molested, then you wear the hijab and then you won't be molested and that's why you should wear the hijab. If that's not the ideology behind you wearing the hijab and you're doing it out of your free will, then who are we to stand for people's personal choices? Like I said, freedom of
we have freedom and we should all respect each other's. But like in the film, it's scary because this is an entire trap, manipulative setup where her friend tells her that. So I can't even imagine being in a situation where my friend is brainwashing me, because I'd be really vulnerable to my friends as a girl. I tell my friends my secrets. I share a lot of things with them. And then if that girl's going to use that against me and, find out the chinks in my mind and try to get in through them and then mess around with it and then convince me others, whatever stuff, then I think that's a little, that's very scary. Thank you so much for your time, Vipul Shah. Wishing you all the best. And I plan to see the film on day one itself. Thank you so much for that. I will wait for your message saying what you thought of the film. I will certainly do that. Thank you. Thank you. Bye-bye. Bye-bye. Channels, 15 languages. കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല? കെൽട്രോൺ പുറത്തുവിട്ട രേഖ ഞാനും പ്രതിപക്ഷ നേതാവും പുറത്തുവിട്ട രേഖകൾ തന്നെയാണ്. അതിൽ കൂടുതൽ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. ഉപകരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കടലാസ് കമ്പനികളെ പറ്റി പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രി പറയണം, ആരാണ് പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ? രാംജിത്ത് ആരാണ്? അദ്ദേഹമാണോ യഥാർത്ഥ ഉടമ? പ്രയോസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള സ്വാധീനം എന്താണ്? ഇങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതികളിലൊന്നാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ടത്. ഗവൺമെന്റാണ് ജനങ്ങളെ കളിപ്പിക്കുന്നത്. ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കാൻ അത് UDFും കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് UDF യോഗം തന്നെ തീരുമാനിച്ച കാര്യമാണ്.